ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ഒളിമ്പ്യാഡ് ക്ലാസ്സസ്. സോ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ജോമെട്രി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ മാത്ത് ഒളിമ്പ്യാഡിന്റെ ബേസിസിലോട്ട് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജോമെട്രി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫസ്റ്റ് ലെക്ചറിൽ നമ്മൾ ബേസിക്സ് ഓഫ് യൂക്ലിഡിയൻ ജോമെട്രി, അതുപോലെ തന്നെ ലൈൻസ് ആൻഡ് ആംഗിൾസ്, അതുപോലെ തന്നെ ട്രയാംഗിൾസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ് ജോമെട്രി. അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് കോൺഗ്രുവൻസ് ഓഫ് ലൈൻ സെഗ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് കോൺഗ്രുവൻസ് ഓഫ് ലൈൻ സെഗ്മെന്റ്? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് രണ്ട് ലൈൻ സെഗ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ രണ്ട് ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് ലൈൻ സെഗ്മെന്റ് കോൺഗ്രുവന്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് സിമ്പിൾ വേർഡ്സിൽ പറയാൻ പറ്റും. അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് ടു ലൈൻ സെഗ്മെന്റ് എ ബി ആൻഡ് സി ഡി ആർ കോൺഗ്രുവന്റ് ഇഫ് ദ ട്രേസ് കോപ്പി ഓഫ് വൺ ക്യാൻ ബി സൂപ്പർപോസ്ഡ് ഓൺ ദി അതർ so as to cover it completely and exactly. In this case we write AB is congruent to CD. In the other words we can say two lines are congruent if their length are same. Basically ഒന്നുമില്ല, കാര്യമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പറയാൻ പറ്റും. അതായത് രണ്ട് ലൈൻ സെഗ്മെന്റ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആണെന്നുണ്ടെങ്കിൽ രണ്ട് ലൈൻ സെഗ്മെന്റും കോൺഗ്രുവന്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് അവിടെ ഓപ്പോസിറ്റ് റേ എന്ന് പറയുന്നത്. നമുക്കറിയാം റേ എന്ന് പറയുന്നത് എന്താ, ജസ്റ്റ് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഡയറക്ഷനിലേക്ക് ഇൻഫിനൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയാ, ജസ്റ്റ് റേ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഓപ്പോസിറ്റ് റേ ആണ്. അപ്പൊ ടു റേസ് എ ബി ആൻഡ് എ സി ആർ സെഡ് ടു ബി ഓപ്പോസിറ്റ് റേസ് ഇഫ് ദേ ആർ കൊലീനിയർ ആൻഡ് പോയിന്റ് എ ഈസ് ഓൺലി കോമൺ പോയിന്റ് ഓഫ് ദി ടു റേസ്. നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫിഗറിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണാം. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് രണ്ട് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് റൈറ്റ് ഡിറക്ഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ എ ബി എന്ന റേ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഡിറക്ഷനിലോട്ട് എ സി എന്ന് പറയുന്ന ഒരു റേ പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് വരുന്ന കോമൺ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? എ മാത്രമാണ്. സോ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ബി എയും എ സിയെയും നമുക്ക് ഓപ്പോസിറ്റ് റേ എന്ന് വിളിക്കാൻ പറ്റും. അവിടെ കോമൺ ആയിട്ട് വരുന്ന ഏക പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് കാര്യമാണ് നമുക്ക് കൊളീനിയർ പോയിന്റ്സ് വരുന്നത്. സോ എന്താണ് കൊളീനിയർ പോയിന്റ്സ്? 3 or more points are said to be collinear if there is a line which contains all of them. So basically ഒരു പറയുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. നമുക്കൊരു ലൈൻ ഉണ്ട്, ആ ലൈനിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു പോയിന്റ്സ് ഒക്കെ തന്നെ വരാണ്. ഓക്കെ, 3 or more points ഈ ഒരു ലൈനിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് വരാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു 4 പോയിന്റ്സ് ആ ഒരു ലൈനിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോയിന്റ്സ് ഒക്കെ കൊളീനിയർ ആണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ജസ്റ്റ് നോക്കുക, 3 or more points are said to be collinear if there is a line which contain all of them. അപ്പൊ ആ ഒരു സിംഗിൾ ലൈനിലായിട്ട് എന്ത് ചെയ്യാണ്, ഈ 3 or more points വരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ കൊളീനിയർ എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് കൺകറന്റ് ലൈൻസ് ആണ്. കൺകറന്റ് ലൈൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. 3 or more lines are said to be concurrent if there is a point which lies on all of them. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിലൂടെ എന്ത് ചെയ്യാണ്, 3 or more lines പാസ് ചെയ്യാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു രീതിയിൽ ഒരു 3 or more lines എന്ത് ചെയ്യാണ്, ജസ്റ്റ് പാസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലൈൻസിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, കൺകറന്റ് ലൈൻസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. സോ എല്ലാത്തിനും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ജസ്റ്റ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ലാസ്റ്റ് പോയിന്റ് ആണ് പ്ലെയിൻ. സോ ജസ്റ്റ് നോക്കുക, എന്താണ് പ്ലെയിൻ? A plane is a surface such that every point of the line joining any two points on it lies on it. അപ്പോൾ ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്യാം. ആ ഒരു സർഫസിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് രണ്ട് പോയിന്റ്സ് ഇടാം. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് പോയിന്റ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കണം. അതായത് ഈ രണ്ട് പോയിന്റ്സിനെ യോജിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കാണ്. അപ്പൊ ഈ ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ഓരോ പോയിന്റ്സും നമ്മൾ വരച്ചിട്ടുള്ള ആ പോയിന്റ്സ് വരച്ചിട്ടുള്ള ആ ഒരു സർഫസിൽ തന്നെയാണെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമാണല്ലോ? ഒരു സർഫസ് കൺസിഡർ ചെയ്യുക, ആ ഒരു സർഫസിൽ നമ്മൾ ജസ്റ്റ് രണ്ട് പോയിന്റ്സ് ഇട്ടു, ആ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാണ്. ഈ സ്ട്രൈറ്റ് ലൈനിലെ ഓരോ പോയിന്റ്സും അല്ലെങ്കിൽ ഓരോ ഏരിയാസും എന്താണ്, കൃത്യമായിട്ട് ആ ഒരു സർഫസിൽ തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഒരു പ്ലെയിൻ എന്ന് പറയുന്നത്. ആ സർഫസിൽ നമ്മൾ വിളിക്കുന്നത് പേരാണ് ഒരു പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു സ്ട്രൈറ്റ് ലൈൻ ഫുൾ ആയിട്ട് ആ ഒരു സർഫസിലൂടെ പോവാന്നുള്ളതാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് യൂക്ലിഡ്സ് ആക്സിയോംസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ആക്സിയോംസ്. സോ കൃത്യമായിട്ട് ഒരു പ്രൂഫ് ഒന്നും ഇല്ലാതെ സെൽഫ് എവിഡന്റ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള കുറച്ച് ഫൗണ്ടേഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആക്സിയോംസ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബേസിക് ലോജിക്കലി മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ആക്സിയോംസിൽ വരുന്നത്. ഇനി യൂക്ലിഡ്സ് ആക്സിയോംസിലോട്ട് വരുന്ന സമയത്ത് ഇത് ബേസിക്കലി കോമൺ നോഷൻസ് എന്നും വിളിക്കാറുണ്ട്. ഇതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സെൽഫ് എവിഡന്റ്ലി എന്താണ്, ട്രൂ ആണ്. അപ്പോൾ യൂക്ലിഡിന്റെ ജോമെട്രിയിലെ വർക്ക്സിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള നിലക്കൊക്കെ നമുക്ക് യൂക്ലിഡ്സ് ആക്സിയോംസിനെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ആക്സിയോംസ് ഒക്കെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. ദർ ഇസ് നോ നീഡ് ഓഫ് പ്രൂഫ്. അതുപോലെ തന്നെ മാത്സിൽ മാത്രമല്ല ബേസിക് സയൻസിന്റെ മറ്റെല്ലാ ഫീൽഡ്സിലും ഇതെന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്.
ഇനി നമുക്ക് യൂക്ലിഡ്സിന്റെ ആക്സിയോംസ് ഓരോന്നോരോന്നായി ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു ദി സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. ഓക്കെ, വേറൊരു ഭാഷയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ് എ ഇസ് ഈക്വൽ ടു ബി എന്ന് പറയാണ്, അതുപോലെ തന്നെ ബി ഇസ് ഈക്വൽ ടു സി എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, എ ഇസ് ഈക്വൽ ടു സി ആയിരിക്കും. അപ്പൊ ജസ്റ്റ് നോക്കുക, തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. അപ്പൊ എ ബിക്ക് തുല്യമാണ്, ബി സിക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് എന്തായിരിക്കും, എ സിക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് വൺ നമുക്ക് നോക്കാം. ഇഫ് ഈക്വൽ ആർ ആഡഡ് ടു ഈക്വൽസ് ദ വോൾസ് ആർ ഈക്വൽ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു ബി, അതുപോലെ തന്നെ സി ഇസ് ഈക്വൽ ടു ഡി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് സി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ബി പ്ലസ് ഡി ആയിരിക്കും. കൃത്യമായിട്ട് എന്താണ്, ഈക്വൽ ആണ്. തേർഡ് വൺ നമ്മൾ നോക്കുക. ഇഫ് ഈക്വൽ ആർ സബ്ട്രാക്റ്റഡ് ഫ്രം ഈക്വൽസ് ദ റിമൈൻഡേഴ്സ് ആർ ഈക്വൽ. ഓക്കെ, ഇവിടെ മുകളിൽ പറഞ്ഞ അതേ കാര്യം, അത് നമ്മൾ അഡീഷൻ ആണ് പറഞ്ഞത്, അത് ജസ്റ്റ് അതിന്റെ സബ്ട്രാക്ഷൻ പറയുന്നു എന്ന് മാത്രം. അതായത് ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു ബി, അതുപോലെ തന്നെ സി ഇസ് ഈക്വൽ ടു ഡി എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എ മൈനസ് സി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, നമുക്ക് ബി മൈനസ് ഡി ആയിരിക്കും. ഇത് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. ഫോർത്ത് വൺ ആണ്, ദ തിങ്സ് ദാറ്റ് കോയിൻസൈഡ് വിത്ത് വൺ അനദർ ആർ ഈക്വൽ ടു വൺ അനദർ. ഇതിപ്പോൾ ജോമെട്രിക് ഷേപ്സിന്റെ കാര്യത്തിലൊക്കെയാണ് നമുക്ക് ഒന്നും കൂടി ഇത് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരിക. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇനി വേറൊരു ട്രയാങ്കിൾ എന്ത് ചെയ്തു, നമ്മൾ അതിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ കൊണ്ടുവന്ന് വെച്ചു. അതായത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്ന രൂപത്തിൽ എന്ത് ചെയ്തു, വെച്ചു. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ലേ, ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ. ഓക്കെ, അതുപോലെ തന്നെ എന്തായിരിക്കും, പെരിമീറ്ററോട് എന്തായിരിക്കും, കൃത്യമായിട്ട് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, അവിടെ കൃത്യമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അവിടെ ഏരിയ ആയിക്കോട്ടെ, പെരിമീറ്റർ ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്തായിരിക്കും, കൃത്യമായിട്ട് ഈക്വൽ ആയിരിക്കും. അതാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആണ്, ദ വോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ പാർട്ട്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ, ദ വോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി പാർട്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് കൺസിഡർ ചെയ്യാണ്. ഇപ്പൊ കേക്ക് ഞാൻ 4 പാർട്ട് ആക്കുകയാണ്. ഓക്കെ, 4 പാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഒരു 1 ആണ്. ഓക്കെ, അതിന്റെ ഒരു പാർട്ട്, ഈ ഒരു ഭാഗം മാത്രം ഞാൻ കൺസിഡർ ചെയ്യാണ്, അത് ഒരു 1/4 ഭാഗമാണ്. ദാറ്റ് മീൻസ് വോൾ എന്ന് പറയുന്നത് എപ്പോഴും പാർട്ടിനേക്കാളും ഗ്രേറ്റർ അല്ലേ. നമുക്ക് ബേസിക് ലോജിക്കിൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. സിക്സ്ത് വൺ നോക്കാം. ദ തിങ്സ് ദാറ്റ് ആർ ഡബിൾ ഓഫ് ദ സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നോക്കുക, എ ഇസ് ഈക്വൽ ടു 2c ആണെന്ന് നോക്കുക, അതുപോലെ തന്നെ ബി ഇസ് ഈക്വൽ ടു 2c ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറഞ്ഞൂടെ, എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഇവിടെ ബി ആയിരിക്കും. ഓക്കെ, അതാണ് അവിടെ ജസ്റ്റ് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെവൻത് വൺ, അതിന്റെ ജസ്റ്റ് എന്താണ്, ഇപ്പൊ ഇവിടെ ഡബിൾ ആണെന്ന് പറഞ്ഞു, അതിന്റെ ഹാഫ് ആണെന്നുള്ളതാണ് ജസ്റ്റ് സെവൻത് വണ്ണിൽ മെൻഷൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ദ തിങ് ദാറ്റ് ആർ ഹാഫ്സ് ഓഫ് ദ സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. എക്സാമ്പിൾ ആയിട്ട് എ ഇസ് ഈക്വൽ ടു നമുക്കൊരു c/2 എന്ന് പറയാണ്, അതുപോലെ തന്നെ ബി ഇസ് ഈക്വൽ ടു c/2 എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എ ഇസ് ഈക്വൽ ടു ബി എന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാൻ പറ്റും. അപ്പൊ ഇത്രയാണ് യൂക്ലിഡ്സ് ആക്സിയോംസ് വരുന്നത്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് യൂക്ലിഡ്സ് 5 പോസ്റ്റുലേറ്റ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ്, എ സ്ട്രെയിറ്റ് ലൈൻ മേ ബി ഡ്രോൺ ഫ്രം വൺ പോയിന്റ് ടു എനി അതർ പോയിന്റ്. ഒന്നും കൂടി സിംപ്ലർ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യാണ്. ഈ 2 പോയിന്റ്സിന്റെ ഇടയിൽ നമുക്ക് ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഓക്കെ, രണ്ടാമതൊരു സ്ട്രെയിറ്റ് ലൈന് ഈ 2 പോയിന്റ്സിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വരക്കാൻ വേണ്ടി കഴിയില്ല. ഒരു സിംഗിൾ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ലൈൻസ് വരക്കാൻ പറ്റും. പക്ഷേ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന ഒരൊറ്റ ലൈന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ വരക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണ് മെയിൻ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നത്, ജസ്റ്റ് നോക്കാം. എ ടെർമിനേറ്റഡ് ലൈൻ ഓർ എ ലൈൻ സെഗ്മെന്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻഫിനൈറ്റ്ലി. അപ്പൊ അവിടെ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഡിറക്ഷനിലും ജസ്റ്റ് ഇൻഫിനൈറ്റ് വരെ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, 2 ഡിറക്ഷനിലും ബോത്ത് ഡിറക്ഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടെർമിനേറ്റഡ് ലൈൻ എന്ന് പറയുന്നത് അവിടെ എ ബി ആണ്, ആ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്, എ ബി ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഇൻഫിനൈറ്റ് ആയിട്ട് ബോത്ത് സൈഡിലോട്ടും അതിന് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പോസ്റ്റുലേറ്റിൽ പറയുന്നത്. മൂന്നാമത്തെ നോക്കാം. എ സർക്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് എനി സെന്റർ ആൻഡ് ഓഫ് എനി റേഡിയസ്. അപ്പോൾ ഒരു സർക്കിള് നമുക്ക് എവിടെയും സെന്റർ ആക്കി, ഏതൊരു പോയിന്റും സെന്റർ ആക്കിയിട്ട് വരക്കാൻ കഴിയും എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് റേഡിയസിലും നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഏതൊരു ഡയമെൻഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊരു ലെങ്ത്തിലും നമുക്ക് കൃത്യമായിട്ട്
ഒരു സർക്കിൾ വരക്കാൻ കഴിയും, റേഡിയസ് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ മെയിൻ ആയിട്ട് വേണ്ടത് ഒരു കൃത്യമായിട്ടുള്ള ഒരു റേഡിയസിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ എന്താണ് ഒരു സെന്ററും ആണ് ഒരു സർക്കിൾ വരക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഫോർത്ത് വൺ നോക്കാം. ഓൾ റൈറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ടു വൺ അനദർ. സോ ബേസിക്കലി എല്ലാ റൈറ്റ് ആംഗിൾസും കൃത്യമായിട്ട് ഈക്വൽ ആണെന്നുള്ളതാണ്. നമുക്കറിയാം റൈറ്റ് ആംഗിൾ കോൺസ്റ്റന്റ് ആണ്. അതായത് റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് 90 ഡിഗ്രി ആണ് വരുന്നത്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അതിനെന്തില്ല, ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. എവിടെയാണോ റൈറ്റ് ആംഗിൾ വരുന്നത് അതിന്റെ മെഷർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് 90 ഡിഗ്രി ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദി പ്ലേസ്. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ നോക്കാം. ഫിഫ്ത്ത് വണ്ണിനെ വളരെ ഫേമസ്ലി പാരലൽ പോസ്റ്റ്ലേറ്റ് എന്നും വിളിക്കാറുണ്ട്. ജസ്റ്റ് നോക്കാം. ഇഫ് എ സ്ട്രേറ്റ് ലൈൻ falling on two straight lines makes the interior angles on the same side of it taken together less than two right angles, then the two straight lines, if produced infinitely, meet on that side on which the sum of angles are less than two right angles. അപ്പോൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, ബട്ട് ഇത് ആക്ച്വലി കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് രണ്ട് സ്ട്രേറ്റ് ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, രണ്ട് സ്ട്രേറ്റ് ലൈൻസ് ഈ രൂപത്തിൽ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ താരതമ്യം എന്താണ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. ഓക്കെ, അപ്പൊ അറ്റ് സം പോയിന്റ് എന്ത് ചെയ്യും, അവർ മീറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു ട്രാൻസ്വേഴ്സൽ വരക്കാണ്. ഓക്കെ, ഈ രീതിയിലാണ് ഞാൻ ട്രാൻസ്വേഴ്സൽ വരച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ട്രാൻസ്വേഴ്സൽ വരക്കുന്ന സമയത്ത് ഒരു സൈഡിലുള്ള ഇന്റീരിയർ ആംഗിൾസ് എടുക്കുകയാണ്. അവിടെ പാരലൽ ആണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ കൃത്യമായിട്ട് ഈ രണ്ട് ആംഗിളിന്റെ സം എത്രയാ വരിക, 180 ആണ് വരിക. നമ്മളൊരു പാരലലോഗ്രാമിന്റെ കേസ് കൺസിഡർ ചെയ്യാം. അവിടെ അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എത്രയാണ്, 180 ആണ്. കാരണം ആ രണ്ട് ലൈൻസ് പാരലൽ ആണ്. അതിന്റെ ഈ ഒരു സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രാൻസ്വേഴ്സിലാക്കി കൺസിഡർ ചെയ്ത് ഇപ്പൊ രണ്ട് ഇന്റീരിയർ ആംഗിൾസ് വരുന്നു, ആ രൂപത്തിൽ അതിന്റെ സം 180 ആണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ അവിടെ രണ്ട് ലൈൻസ് പാരലൽ ആണ് എന്നുള്ള ഒരു ഇൻഫോ ഒന്നും നമുക്ക് പറയുന്നില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ പാരലൽ അല്ല. കാരണം എന്താ, ഇവിടെ ഈ രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ആണ്, 180യേക്കാൾ കുറവാണ്. അപ്പൊ അവിടെ ആ ഒരു പാരലൽ പോസ്റ്റ്ലേറ്റിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫിഫ്ത്ത് പോസ്റ്റ്ലേറ്റിൽ പറയുന്നത് എന്താ, അപ്പൊ ഇവിടെ അങ്ങനെ 180യേക്കാൾ കുറവാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ലൈൻ്റെ, നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ട്രാൻസ്വേഴ്സൽ ഉണ്ടല്ലോ, അതിന്റെ ഈ ഒരു സൈഡിലാണല്ലോ, അതായത് അതിന്റെ റൈറ്റ് സൈഡിലാണല്ലോ 180യേക്കാൾ കുറവുള്ളത്. സോ ആ ഒരു ഭാഗത്തായിരിക്കും ഇൻഫിനൈറ്റ്ലി ഈ ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, മീറ്റിംഗ് പോയിന്റ് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്ട്രൈറ്റ് ലൈൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അവിടെ രണ്ട് കേസസ് ഉണ്ട്. അതായത് ഒന്നിക്ക ട്രാൻസ്വേഴ്സലിന്റെ റൈറ്റ് സൈഡിൽ ഈ ഭാഗത്തോടെങ്കിലും എന്ത് ചെയ്യാം, അത് മീറ്റ് ചെയ്യാം. പാരലൽ ലൈൻസ് അല്ല എന്നുണ്ടെങ്കിൽ അറ്റ് സം പോയിന്റ് അത് എന്തായാലും മീറ്റ് ചെയ്യും. ഓക്കെ, രണ്ട് പാരലൽ ലൈൻസ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, അത് മീറ്റ് ചെയ്യൂല. പാരലൽ ലൈൻസ് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ അവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. പാരലൽ ലൈൻസ് അല്ലെങ്കിൽ ഒന്നിക്കവിടെ ഈ ഒരു ട്രാൻസ്വേഴ്സലിന്റെ റൈറ്റ് സൈഡിലായിട്ട് മീറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് മീറ്റ് ചെയ്യാം. അവിടെ കൃത്യമായിട്ട് പറയുന്നത് ഏത് ഭാഗത്താണോ ഈ രണ്ട് ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് 180യേക്കാൾ കുറവ് വരുന്നത് ആ ഒരു ഭാഗത്തായിരിക്കും. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് റൈറ്റ് സൈഡിലാണ് കുറവ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ റൈറ്റ് സൈഡിലായിരിക്കും അത് ഇൻഫിനൈറ്റ്ലി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പാരലൽ പോസ്റ്റ്ലേറ്റ് അല്ലെങ്കിൽ ഫിഫ്ത്ത് പോസ്റ്റ്ലേറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു ആംഗിൾ? ആൻ ആംഗിൾ ഈസ് ദ യൂണിയൻ ഓഫ് ടു നോൺ കൊളീനിയർ റേസ് വിത്ത് എ കോമൺ ഇനീഷ്യൽ പോയിന്റ്. നമ്മളോട് ഈ ഒരു ഫിഗർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇവിടെ ഈ ഒരു O എന്ന് പറയുന്ന പോയിന്റ് ആണ് അവിടെ കോമൺ ആയിട്ട് വരുന്ന പോയിന്റ്. സോ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, രണ്ട് റേസ് വരാണ്. ആ രണ്ട് റേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ കൊളീനിയർ ആണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും OAയും അതുപോലെ തന്നെ OBയും കൃത്യമായിട്ട് എന്താണ്, രണ്ട് റേസ് ആണ് വരുന്നത്. കോമൺ പോയിന്റ് ആയ Oയിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദ കോമൺ ഇനീഷ്യൽ പോയിന്റ് ഈസ് കോൾഡ് വേർട്ടെക്സ്. അപ്പൊ ഇവിടെ ഈ ഒരു ഓനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്, വേർട്ടെക്സ് എന്ന് പറയുന്നത്, വേർട്ടെക്സ് ഓഫ് ദി ആംഗിൾ. അപ്പൊ ഈ ആംഗിളിന്റെ വേർട്ടെക്സ് എന്ന് പറയുന്നത് ഏതാണ്, ഈ O എന്ന് പറയുന്ന പോയിന്റ് ആണ്. ആൻഡ് ടു റേസ് ആർ കോൾഡ് ആംസ് ഓഫ് ദി ആംഗിൾ. അപ്പൊ ഇവിടെ OAയും അതുപോലെ തന്നെ OBയും, ഓക്കെ, ആ രണ്ട് റേ എന്ന് പറയുന്നത് ഈ ഒരു സ്പെസിഫിക് ആംഗിളിനെ ബേസ് ചെയ്തിട്ട് എന്താണ്, ആംഗിൾസിന്റെ ആം ആണ്. നമുക്ക് ഇതിനെ ആം എന്ന് വിളിക്കാം, ആംസ്, ഇത് രണ്ടും ആംസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് എന്താണ്, വേർട്ടെക്സ് ആണ്, വേർട്ടെക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ആംഗിൾ അഡീഷൻ ആക്സിയോം. ഓക്കെ, എന്താ പറയുന്നത്, ഇഫ് എക്സ് ഈസ് എ പോയിന്റ് ഓൺ ദ ഇന്റീരിയർ ഓഫ് ആംഗിൾ BAC. അപ്പോൾ BAC എന്ന് പറയുന്ന ഒരു ആംഗിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിന്റെ ഇന്റീരിയർ ഉള്ള ഒരു പോയിന്റ് ആണ് എന്താണ്, എക്സ് എന്ന് പറയുന്നത്. സോ മെഷർ ഓഫ് ആംഗിൾ BAC, ഓക്കെ, ഈ ടോട്ടൽ ആംഗിളിന്റെ മെഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ചെറിയ ആംഗിളിന്റെയും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളിന്റെയും, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് അതിനെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും.
ജസ്റ്റ് ഈ ഒരു ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ആംഗിളിന്റെയും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളിന്റെയും സം ആയിരിക്കൂലേ, അത് തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അതായത് മെഷർ ഓഫ് ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് ഈ ഒരു ടോട്ടൽ ആംഗിൾ ആണ്. ഓക്കെ, അത് എന്ന് പറയുന്നത് മെഷർ ഓഫ് ആംഗിൾ ബി എ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്. അതുപോലെ തന്നെ മെഷർ ഓഫ് ആംഗിൾ എക്സ് എ സി ഈ ഒരു ചെറിയ ആംഗിൾ ആണ്. അതിന്റെ സം ആയിരിക്കും എന്നുള്ളതാണ് ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം റിഫ്ലക്സ് ആംഗിൾ. എന്താണ് റിഫ്ലക്സ് ആംഗിൾ? 180യുടെയും 360യുടെയും ഇടയിൽ ആംഗിൾ മെഷർ വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും AOB അല്ലേ. അപ്പോൾ അതിന്റെ ആ ഒരു ആംഗിൾ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതെന്താണ്, നമുക്ക് 180യേക്കാളും മുകളിലുള്ള ഒരു ആംഗിൾ ആണ്, പക്ഷെ 360യേക്കാളും കുറവാണ്. സോ ഇൻ ദാറ്റ് സെൻസ് ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് അവിടെ റിഫ്ലക്സ് ആംഗിൾ ആണെന്നുള്ളത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ആണ്. അപ്പോൾ ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് 2 അഡ്ജസന്റ് ആംഗിൾസ് ആണ്. അതിന്റെ സം എത്ര വരണം, സം 180 വരണം. അപ്പൊ കൃത്യമായിട്ട് ഇവിടെ നോക്കുക, ഇവിടെ O എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമൺ വേർട്ടെക്സ് ആണ്. ഓക്കെ, 2 അഡ്ജസന്റ് ആംഗിൾസ് ആർ സെറ്റ് ടു ഫോം എ ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് ഇഫ് ദെയർ നോൺ കോമൺ ആംസ് ആർ ഓപ്പോസിറ്റ് റേസ്. അപ്പോൾ ഇവിടെ O എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒരു കോമൺ വേർട്ടെക്സ് ആണ്. അപ്പൊ ഇവരുടെ നോൺ കോമൺ ആംസ്, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നോൺ കോമൺ ആംസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഏതൊക്കെ ആംസ് ആണ് അതിനുള്ളത്, അതിന് 2 ആമാണുള്ളത്. ഒന്നാമത്തെ ആം എന്ന് പറയുന്നത് OCയും അതുപോലെ തന്നെ രണ്ടാമത്തെ ആം എന്ന് പറയുന്നത് OAയും ആണ് അല്ലെ. അതായത് ഈ ഒരു ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ആമും അതുപോലെ തന്നെ ഈ ഒരു ആമുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ഈ ഒരു ആമും ഈ ഒരു ആമുമാണ് വരുന്നത്. സോ അവിടെ നോൺ കോമൺ ആയിട്ട് വരുന്ന ആം അതായത് OBയും അതുപോലെ തന്നെ OAയും ആണ്. അത് രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, അത് രണ്ടും ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അവിടെ എന്താണ്, അവിടെ ഒരു ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അവിടെ ആംഗിൾ എത്രയാവും, കൃത്യമായിട്ട് 180 ആവും. അതായത് ഒരു സർക്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത്, ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പൊ അതിന്റെ ഹാഫ് വരും 180. സോ അതാണ് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ട്രാൻസ്വേഴ്സൽ. എ ലൈൻ ദാറ്റ് ഇന്റർസെക്ട് 2 or more given lines at distinct point is called transversal of the given lines. എക്സാമ്പിൾ ആയിട്ട് ഞാൻ 2 ലൈൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അതിനെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു ട്രാൻസ്വേഴ്സിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്യുന്ന രൂപത്തിൽ വരയ്ക്കാണ്. അപ്പൊ നോക്കുക, എ ലൈൻ ദാറ്റ് ഇന്റർസെക്ട്സ് 2 or more given lines at distinct points. ഈ ഒരു ട്രാൻസ്വേഴ്സിൽ ഫസ്റ്റ് ലൈനിനെ ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ ലൈനിനെ ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനിനെയാണ് കൃത്യമായിട്ട് നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ബേസിക്കലി 2 ലൈൻസ് മിനിമം ഉണ്ടായിരിക്കണം, 2 or more ലൈൻസ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 ലൈൻസ് ഉണ്ടാവുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ലൈനെ ക്രോസ് ചെയ്ത് വരയ്ക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിൽ ഈ 2 ലൈനെയും മീറ്റ് ചെയ്യുന്ന ആ ഒരു ലൈനെയാണ് നമുക്ക് എന്ത് വിളിക്കാം, നമുക്ക് ട്രാൻസ്വേഴ്സൽ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റാം. ഇപ്പൊ നമ്മൾ ട്രയാങ്കിൾസിന്റെ കേസിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കൺസെപ്റ്റുകളിൽ, നമ്മൾ ഒരുപാട് തിയറീസിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു ട്രാൻസ്വേഴ്സലിനെ കുറിച്ച് പഠിക്കാറുണ്ട്. ഇപ്പോൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പോലുള്ള കാര്യങ്ങളിൽ ട്രാൻസ്വേഴ്സൽ വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവിടെ പഠിക്കാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇപ്പൊ ജസ്റ്റ് നോക്കുക, 2 angles on the same side of transversal are known as corresponding angles if both lie either above the 2 lines or below the 2 lines. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ 2 ലൈൻസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു ട്രാൻസ്വേഴ്സിൽ വരയ്ക്കാണ്. ഓക്കെ ആണല്ലോ. സോ ഞാൻ ഈ 2 ആംഗിൾസിനെ കൺസിഡർ ചെയ്യാണ്. ഈ 2 ആംഗിൾസിന്റെ പ്രത്യേകത എന്താ, രണ്ടും സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സലാണ്. ട്രാൻസ്വേഴ്സലിന് റൈറ്റ് സൈഡും ഉണ്ട്, ട്രാൻസ്വേഴ്സലിന് ലെഫ്റ്റ് സൈഡും ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് ട്രാൻസ്വേഴ്സലിന് റൈറ്റ് സൈഡിലുള്ള ആംഗിൾസ് ആണ്. അതുപോലെ തന്നെ ഈ 2 സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ടല്ലോ, ഈ 2 സ്ട്രെയിറ്റ് ലൈൻസിന്റെ എബോവ് സൈഡ് ആയിട്ടല്ലേ കൃത്യമായിട്ട് ഈ ഒരു 2 ആംഗിൾസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 2 ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ 2 ആംഗിൾസിനെയും പറയാൻ പറ്റും. അതായത് ഈ താഴെയുള്ള ഓക്കെ, ഇവർ ബിലോ ആയിട്ട് വന്നു, സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സിലാണ്. അതുപോലെ തന്നെ 2 സ്ട്രെയിറ്റ് ലൈൻസിന്റെ ബിലോ ആയിട്ട് വന്നു. സോ ഈ 2 ആംഗിൾസും കൃത്യമായിട്ട് എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ആംഗിൾസ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ ഇതും അതുപോലെ തന്നെ ഇതും എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും, അത് രണ്ടും എന്താണ്, ട്രാൻസ്വേഴ്സലിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ബോട്ടം സൈഡിലായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ അത് ഈക്വൽ ആണെന്നോ അല്ലെങ്കിൽ അൺഈക്വൽ ആണെന്നോ അങ്ങനെയുള്ള ഈക്വൽ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരുവിധ ഡാറ്റയും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കറസ്പോണ്ടിങ് ആംഗിൾസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത്.
ഇനി അതിന്റെ അടുത്ത ഇൻഫോ എന്താ പറയുന്നത് നോക്കാം. ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ടു പാരലൽ ലൈൻസ് then corresponding angles are equal. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം. അപ്പോൾ കുറേ പേർക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയുന്നുണ്ടാവും. അതായത് പാരലൽ ലൈൻസിൽ ഇങ്ങനെ ട്രാൻസ്വേഴ്സ് വരുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്, അത് വെച്ച് നമുക്ക് കുറേ ആംഗിൾസ് കണ്ടെത്താൻ പറ്റും, കാര്യങ്ങളൊക്കെ നെയിം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ പ്രശ്നം പറ്റുക എന്താണെന്ന് വെച്ചാൽ ഡയറക്ട്ലി രണ്ട് ലൈൻസും ഒരു ട്രാൻസ്വേഴ്സിലും വരുന്ന സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത്. സംടൈംസ് എന്തുണ്ടാവില്ല, ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് അവിടെ പാരലൽ ആണെന്നുള്ള ഒരു കാര്യവും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പാരലൽ ആണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല, അതിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. സോ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ അസ്യൂം ചെയ്യരുത്. കൃത്യമായിട്ട് അത് പാരലൽ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുക. സോ നമുക്കതൊന്ന് ജസ്റ്റ് വരച്ചു നോക്കാം. എക്സാമ്പിൾ ആയിട്ട് രണ്ട് ലൈൻസ് നമ്മൾ എടുത്തു. ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഇതാണ് വരുന്നത്. ഓക്കെ, അതിന് പാരലൽ ആയിട്ട് നമ്മളൊരു സെക്കൻഡ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു ട്രാൻസ്വേഴ്സിൽ വരക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും അതിന് താഴെ വരുന്ന ഈ ഒരു കറസ്പോണ്ടിങ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ ഒരു ആംഗിളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ ഒരു ലൈൻ ആണെങ്കിലും എന്താണ്, പാരലൽ ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് ഇത് കൃത്യമായിട്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താവുക, ഈക്വൽ ആവുക. അതുപോലെ തന്നെ ഈ രണ്ട് ആംഗിൾസ്, അതായത് ഈ ഇന്റീരിയർ ആംഗിളും അതുപോലെ തന്നെ ഈ ഇന്റീരിയർ ആംഗിൾ, ഇതിന്റെ രണ്ടിന്റെയും കൂടി സം എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇൻ ഫിഗർ AB ഈസ് പാരലൽ ടു ED and angle ABC is equal to 30 degree, angle EDC is equal to 70 degree, then find x degree. അപ്പോൾ കൃത്യമായിട്ട് x എന്ന് പറയുന്ന ഒരു ആംഗിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് അവിടെ തന്നിരിക്കുന്ന ഡാറ്റ ABC എന്ന് പറയുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്, EDC എന്ന് പറയുന്ന ആംഗിൾ 70 ഡിഗ്രി ആണ്, അതുപോലെ തന്നെ AB പാരലൽ ടു ED ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഈ എ ബിക്കും അതുപോലെ തന്നെ ഇ ഡിക്കും പാരലൽ ആയിട്ട് ഈ സിയിൽ നിന്ന് എനിക്കൊരു ലൈൻ വരച്ചൂടെ. ഓക്കെ, അപ്പോൾ അതിന് ഞാനൊരു എഫ് എന്ന് വിളിക്കുകയാണ് ഈ ഒരു പോയിന്റിനെ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും എ ബി ഈസ് പാരലൽ ടു സി എഫ് ഈസ് പാരലൽ ടു ഡി ഇ. ഈ മൂന്ന് ലൈൻസും എന്താണ്, കൃത്യമായിട്ട് പാരലൽ ആണ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ആംഗിൾ 30 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും, 180 മൈനസ് 30 ആയിരിക്കും. ദാറ്റ് മീൻസ് 150 ഡിഗ്രി ആയിരിക്കും. സോ ഈ ഒരു ചെറിയ ആംഗിൾ 150 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള ആംഗിൾ 70 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, 180 മൈനസ് 70, ദാറ്റ് മീൻസ് 110 ആയിരിക്കും. സോ നമുക്ക് രണ്ട് ആംഗിൾസ് കിട്ടി. സോ നമുക്ക് അതിന്റെ സമ്മ്, അതായത് എക്സ് ആണ് കാണേണ്ടത്. എക്സ് എന്ന് പറയുമ്പോൾ ആ രണ്ട് ചെറിയ ആംഗിളും കൂടി ആഡ് ചെയ്തതാണ്. ദാറ്റ് മീൻസ് 150 പ്ലസ് 110 ഈക്വൽ ടു 260 ഡിഗ്രി ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 260 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ ഇഫ് 6 ടൈംസ് ഇറ്റ്സ് കോംപ്ലിമെന്റ് ഈസ് 12 ലെസ് ദാൻ ട്വൈസ് ഇറ്റ്സ് സപ്ലിമെന്റ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാം. ആംഗിൾ ഏതാണെന്ന് എനിക്കറിയില്ല, ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അതിന്റെ കോംപ്ലിമെന്റ് എത്രയായിരിക്കും, 90 മൈനസ് എക്സ് ആയിരിക്കും. കാരണം രണ്ട് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് ആംഗിളിന്റെ സമ്മ് 90 ഡിഗ്രി ആണെങ്കിലാണ് രണ്ട് ആംഗിൾസ് കോംപ്ലിമെന്ററി ആണെന്ന് നമ്മൾ പറയാം. അപ്പോൾ ഒന്ന് എക്സ് ആണെങ്കിൽ രണ്ടാമത്തത് 90 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ സപ്ലിമെന്റ് എന്തായിരിക്കും, 180 മൈനസ് എക്സ് ആയിരിക്കും. അപ്പൊ രണ്ട് ആംഗിളിന്റെ സമ്മ് 180 ആണെങ്കിലാണ് നമ്മൾ ആ രണ്ട് ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്ന് പറയാറുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താ, ഇഫ് 6 ടൈംസ് ഇറ്റ്സ് കോംപ്ലിമെന്റ് ദാറ്റ് മീൻസ് 6 into 90 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 12 ലെസ് ദാൻ ട്വൈസ് ഇറ്റ്സ് സപ്ലിമെന്റ്. ഓക്കെ, ട്വൈസ് ഇറ്റ്സ് സപ്ലിമെന്റ് എന്ന് പറയുന്നത് 2 into 180 മൈനസ് എക്സ് ആണ്, അതിനേക്കാൾ 12 ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് ആ ആംഗിൾ ആണ്, അതായത് എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് അൾട്ടിമേറ്റ്ലി അവിടെ കണ്ടെത്താനുള്ളത്. ഓക്കെ, സോ ജസ്റ്റ് നോക്കുക, 6 into 90
540 ആണ്, മൈനസ് 6 ഇൻറ്റു എക്സ് 6x ആണ്, ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 180 360 ആണ്, മൈനസ് 2 ഇൻറ്റു എക്സ് 2x ആണ്, മൈനസ് 12. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 360 എങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 540 മൈനസ് 360 ഇസ് ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 6x മൈനസ് 12. ജസ്റ്റ് നോക്കുക, മൈനസ് 6x എന്ത് ചെയ്തു, നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് 180 കിട്ടും. 180 ഈസ് ഈക്വൽ ടു 4x മൈനസ് 12. സോ 4x ഈസ് ഈക്വൽ ടു 180. ഇവിടെ മൈനസ് 12 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും, പ്ലസ് 12 ആവും. സോ 180 പ്ലസ് 12 എന്ന് പറയുമ്പോൾ 192 വരും. x ഈസ് ഈക്വൽ ടു 192 ഡിവൈഡഡ് ബൈ 4. 192 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 50ൽ നിന്ന് ഒരു 2 കുറക്കാം. ദാറ്റ് മീൻസ് 48 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, കാരണം നമുക്ക് 4 ഇൻറ്റു 50 ആണ് നമുക്ക് 200 വരിക. 200 ഒരു 8 കുറച്ച് കഴിഞ്ഞാലാണ് 192 വരിക. മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, 50ൽ നിന്ന് 2 കുറക്കാം, 48. 48 ഇൻറ്റു 4 ആണ് നമുക്ക് എന്ത് ചെയ്യുക, 92 ആയിട്ട് വരുന്നുണ്ടാവുക. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് 48 ഡിഗ്രി ആയിട്ട് കിട്ടി. അതായിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി. ഓക്കെ, നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. എ ബി സി എന്ന് പറയുന്ന ആംഗിൾ 100 ഡിഗ്രി ആണ്. ആംഗിൾ ഇ ഡി സി 120 ഡിഗ്രി. ഇ ഡി സി എന്ന് പറയുന്ന ആംഗിൾ 120 ഡിഗ്രി ആണ്. ഓക്കെ, എ ബി ഈസ് പാരലൽ ടു ഡി ഇ. എ ബിയും അതുപോലെ തന്നെ ഡി ഇയും എന്താണ്, ജസ്റ്റ് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആംഗിൾ ബി സി ഡി. ഓക്കെ, ഈ ഒരു എക്സിന്റെ വാല്യൂ കാണാനാണ്, എക്സ് ഡിഗ്രി എത്രയാണെന്നുള്ളത് കാണാനാണ്. സോ ഞാനിവിടെ ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാണ്. ഓക്കെ, ഓൾറെഡി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എ ബിയും അതുപോലെ തന്നെ ഡി ഇയും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു ലൈനും കൃത്യമായിട്ട് എന്തായിരിക്കും, എ ബിക്കും അതുപോലെ തന്നെ ഡി ഇക്കും പാരലൽ ആയിരിക്കും. ഇനി ജസ്റ്റ് കൺസിഡർ ചെയ്യുക, നമുക്ക് ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, നമുക്കറിയാം ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും രണ്ടും എന്താണ്, രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ട്രാൻസ്വേഴ്സലിന്റെ രണ്ട് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ഈ ഒരു ലൈൻ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതിന്റെ ഇടയിലുള്ള ട്രാൻസ്വേഴ്സൽ, അതിന്റെ രണ്ട് ഇന്റീരിയർ ആംഗിൾസ്, അതിന്റെ രണ്ടിന്റെയും കൂടി സം എത്ര വരണം, 180 വരണം. സോ ബേസിക്കലി ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ 120 വന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സെയിം കൺസെപ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, ഈ ഒരു രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് വന്നു, അതിന്റെ ഇടയിലുള്ള ട്രാൻസ്വേഴ്സൽ വന്നു. ഇവിടെയുള്ള ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എത്രയായിരിക്കും, 80 ഡിഗ്രി ആയിരിക്കും. അല്ലേ, കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. കാരണം രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരണം, 180 വരണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റൂലേ, അതായത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു ആംഗിൾ 80, ഈ ഒരു ആംഗിൾ 60, ഈ ഒരു ആംഗിൾ എക്സ്, ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 വരണ്ടേ. കാരണം എന്താ, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ആംഗിൾ ആണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 180 ആണ്. സോ നമുക്ക് അവിടെ ഇക്വേഷൻ മേക്ക് ചെയ്യാം. 80 പ്ലസ് 60 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180. 80 പ്ലസ് 60 140 ആണ്. 140 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180. എക്സ് ഇസ് ഈക്വൽ ടു 180 മൈനസ് 140, ദാറ്റ് മീൻസ് 40 ഡിഗ്രി ആണ് ആൻസർ വരിക. ഓക്കെ, സോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രയാങ്കിൾസ് ആണ്. സോ ആംഗിൾസിന്റെ മാത്രം ബേസിസിൽ നമുക്ക് ട്രയാങ്കിളിന്റെ വ്യത്യസ്ത പേരിൽ നമ്മൾ വിളിക്കാറുണ്ട്, അല്ലേ. അപ്പോൾ ഒന്നാമത്തേതാണ് റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിനെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. എല്ലാവർക്കും നോർമലി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എ ട്രയാങ്കിൾ ഇൻ വിച്ച് ഓൾ ദ ആംഗിൾസ് ആർ അക്യൂട്ട്. ഓക്കെ, എല്ലാ ആംഗിളും എന്ത് ചെയ്തിരിക്കണം, അക്യൂട്ട് ആയിരിക്കണം. നമുക്കറിയാം 90ക്ക് താഴെയുള്ള ആംഗിൾസിനെയാണ് നമ്മൾ അക്യൂട്ട് എന്ന് വിളിക്കുന്നത്, അല്ലെ. അപ്പൊ എല്ലാ ആംഗിളും 90ക്ക് താഴെയാണെങ്കിൽ നമ്മൾ അതിനെ ഒരു അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്നോ അല്ലെങ്കിൽ അക്യൂട്ട് ട്രയാങ്കിൾ എന്നോ നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ലാസ്റ്റ് വൺ ആണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. അപ്പൊ ഈ ഒരു 3 ആംഗിൾസിൽ ഏതെങ്കിലും ഒന്ന് 90 എബോവ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒന്ന് 90 എബോവ് ആണെങ്കിൽ നമ്മൾ അതിനെ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ആംഗിൾസിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ട്രയാങ്കിളിനെ നെയിം ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ട്രയാങ്കിളിന്റെ കുറച്ച് സെന്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. സോ ഫസ്റ്റ് നോക്കുക, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ട്രയാങ്കിൾ ഈസ് കോൾഡ് ദ ഓർത്തോ സെന്റർ. അപ്പോൾ ഒരു ട്രയാങ്കിളിന് നമുക്ക് 3 ഓൾട്ടിറ്റ്യൂഡ് വരക്കാൻ പറ്റും. കാരണം ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉണ്ട്. അപ്പോൾ 3 സൈഡിലേക്കും 3 വേർട്ടെക്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൾട്ടിറ്റ്യൂഡ്സ് വരക്കാൻ വേണ്ടി പറ്റും. സോ ഇവിടെ കൃത്യമായിട്ട് നോക്കുക, ഈ ഒരു പിക്ചറിലാണ് എന്ത് ചെയ്തിട്ടുണ്ട്, 3 ഓൾട്ടിറ്റ്യൂഡും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് അവിടെ 3 ഓൾട്ടിറ്റ്യൂഡ് കൊടുക്കുന്നത്.
സോ ആ ഒരു ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് അല്ലെ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ആ ഒരു 3 ഓൾട്ടിറ്റ്യൂഡും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒരു ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്റർ എന്ന് വിളിക്കുക. ഓർത്തോ സെന്റർ എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് എ മീഡിയൻ ബൈസെക്സ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. നമുക്ക് ഓൾറെഡി അറിയാം മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പെസിഫിക് വേർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലേക്ക് വരക്കുന്ന ഒരു ലൈനാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അത് കൃത്യമായിട്ട് ആ ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ ബൈസെക്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റും, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മീഡിയം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ ഈ ഒരു ലെങ്ത്തും എന്തായിരിക്കും, കൃത്യമായിട്ട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ മീഡിയം വരച്ചു കഴിഞ്ഞാൽ ആ ഒരു സൈഡ് രണ്ട് ഈക്വൽ ഹാഫ് പോർഷൻ ആക്കിയിട്ട് മാറ്റും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവിടെ എന്തും കൂടി കൃത്യമായിട്ട് മുറിക്കുന്നുണ്ട്, രണ്ട് ഈക്വൽ ആംഗിൾ ട്രയാങ്കിൾസ് ആയിട്ടും അതിനെ മുറിക്കുന്നുണ്ട്. അതായത് ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയും രണ്ടും എന്താണ്, ഈക്വൽ ആയിരിക്കും. അതായത് രണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള പോർഷനും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള പോർഷനും കൃത്യമായിട്ട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന്റെ ഈ ബേസിലുള്ള സൈഡ് ഒരു എക്സ് സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അത് എക്സ് സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ബി ഡി എക്സ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഡി സിയും എന്തായിരിക്കും, എക്സ് ആയിരിക്കും. കാരണം എന്താ, കൃത്യമായിട്ട് അതിനെ ബൈസെക്റ്റ് ആണ് ചെയ്യുന്നത് മീഡിയൻ, ആ ഒരു സൈഡിനെ. അപ്പൊ ഹാഫും രണ്ടെന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി ഞാൻ ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി ഡിയുടെ കേസ് കൺസിഡർ ചെയ്യാം. എ ബി ഡി, അവിടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, എച്ച് ആണ്. കാരണം നമ്മുടെ ഹൈറ്റ് രണ്ടുപേർക്കും സെയിം ആയിരിക്കും. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് ആണ്, അതായത് ഇവിടെ പെർപെൻഡിക്കുലർ ആണ് എന്ത് ചെയ്യുന്നത്, ഹൈറ്റ് കൃത്യമായിട്ട് മീൻ ചെയ്യുന്നത്. സോ അത് രണ്ട് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് എന്തായിരിക്കും, കൃത്യമായിട്ട് സെയിം ഹൈറ്റ് തന്നെ ആയിരിക്കും. ഞാൻ അതിനെ എച്ച് എന്ന് വിളിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുക, ട്രയാങ്കിൾ എ ഡി സി. ഓക്കെ, അവിടെയും ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു ബേസ് എക്സ് ആണ് ഇൻറ്റു ഹൈറ്റ്. ഇത് രണ്ടും സെയിം അല്ലേ? സോ അൾട്ടിമേറ്റ്ലി അവിടെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഏരിയനെയും കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഈക്വൽ ഹാഫ്സ് ആക്കിയിട്ട് അവിടെ ബൈസെക്ട് ചെയ്യാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കാം. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻസ് ഈസ് കോൾഡ് സെൻട്രോയിഡ്. അപ്പോൾ മീഡിയനും നമുക്ക് ഇതേപോലെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് നമുക്ക് 3 എണ്ണം ഒരു ട്രയാങ്കിൾ വരക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് മീഡിയന്റെ കേസും, 3 സൈഡിലോട്ടും 3 വെർട്ടെക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മള് സെൻട്രോയിഡ് എന്ന് വിളിക്കുക. സെൻട്രോയിഡ്. ഓക്കെ ആണല്ലോ, രണ്ട് സെന്റേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത്, ഒന്ന് ഓർത്തോ സെന്ററും അതുപോലെ തന്നെ സെൻട്രോയിഡും. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഓർത്തോ സെന്റർ, അതുപോലെ തന്നെ മീഡിയൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ആംഗിൾ ബൈസെക്ടേഴ്സ് ഈസ് കോൾഡ് ഇൻസെന്റർ. അപ്പോൾ മൂന്നാമത്തെ സെന്റർ ആണ് ഇൻസെന്റർ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ഇവിടെ നോക്കാം, ഇവിടെ ഈ ഒരു ആംഗിൾ ബിയുടെ ബൈസെക്ടർ ആണ് ഇത്. അതുപോലെ തന്നെ ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആംഗിൾ എയുടെ ബൈസെക്ടർ ആണ് ഈ ഒരു ലൈൻ. സോ അത് ആ 3 ആംഗിൾ ബൈസെക്ടേഴ്സും കൃത്യമായിട്ട് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇൻസെന്റർ എന്ന് വിളിക്കുക. ഇതാണ് ട്രയാങ്കിളിന്റെ തേർഡ് സെന്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഒരു കൺസെപ്റ്റ്, all points on the perpendicular bisector of a line are equidistant from the ends of the line. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ എ ബിയെ കൃത്യമായിട്ട് ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യാണ്, പെർപെൻഡിക്കുലർലി ബൈസെക്ട് ചെയ്യാണ്. സോ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. അവിടെ നിന്ന് ഈ രണ്ട് എൻഡിലേക്കും, അതായത് ഈ ഒരു പോയിന്റ് ഞാനിപ്പോൾ ഒരു എഫ് എന്ന് വിളിക്കുകയാണ്, എഫിൽ നിന്ന് എയിലേക്കും എഫിൽ നിന്ന് ബിയിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്തു, ഇവിടെ ഞാൻ ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഓയിൽ നിന്ന് രണ്ട് എൻഡ്സിലേക്കുള്ള, അതായത് എയിലേക്കും അതുപോലെ തന്നെ ബിയിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൃത്യമായിട്ട് ഈക്വൽ ആയിരിക്കും. അതാണ് ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ് നോക്കാം, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഈസ് കോൾഡ് സർക്കം സെന്റർ. നാലാമത്തെ സെന്റർ ആണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ജസ്റ്റ് നോക്കുക, നമ്മൾ നേരത്തെ ഓൾട്ടിറ്റ്യൂഡ് അതായത് ഹൈറ്റിന്റെ കേസ് പറഞ്ഞു, ഓർത്തോ സെന്റർ ആയിരുന്നു. അതുപോലെ തന്നെ മീഡിയന്റെ കേസ് പറഞ്ഞു, മീഡിയന്റെ കേസ് പറഞ്ഞപ്പോൾ എന്തായിരുന്നു, സെൻട്രോയിഡ് ആയിരുന്നു. ഇവിടെ നമ്മൾ ആംഗിൾ ബൈസെക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു, ആംഗിൾ ബൈസെക്ടേഴ്സിന്റെ കാര്യം വരുന്ന സമയത്ത് എന്താണ്, ഇൻസെന്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യാണ്, ഓരോ സൈഡിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, പെർപെൻഡിക്കുലർലി ബൈസെക്ട് ചെയ്യാണ്. അങ്ങനെ ആ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സർക്കം സെന്റർ എന്ന് പറയുന്നത്, ട്രയാങ്കിളിന്റെ സർക്കം സെന്റർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ 4 സെന്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തത് മെയിൻ ആയിട്ട് പഠിച്ചത്. ഇനി നെക്സ്റ്റ് പഠിക്കുന്ന കൺസെപ്റ്റ് ആണ് യൂളർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് 4 സെന്റേഴ്സ് പഠിച്ചു അല്ലേ. അതിൽ സർക്കം സെന്ററും അതുപോലെ തന്നെ സെൻട്രോയിഡും അതുപോലെ തന്നെ ഓർത്തോ സെന്ററും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് മൂന്നും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അല്ലാന്നുണ്ടെങ്കിൽ കൊലീനിയർ ആയിട്ടാണ് വരിക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സർക്കം സെന്റർ, അതുപോലെ തന്നെ സെൻട്രോയിഡ്, അതുപോലെ തന്നെ ഓർത്തോ സെന്റർ. അപ്പൊ ഈ 3 പോയിന്റ്സും കവർ ചെയ്ത് പോകുന്ന അല്ലാന്നുണ്ടെങ്കിൽ അതിലൂടെ പോകുന്ന ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് യൂളർ ലൈൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ജസ്റ്റ് നോക്കുക, ദി സർക്കം സർക്കിൾ, അതുപോലെ തന്നെ സെൻട്രോയിഡ് ആൻഡ് ഓർത്തോ സെന്റർ ഓഫ് എ നോൺ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആർ കൊലീനിയർ ആൻഡ് HG is equal to 2GS. The line passing through HGS is called Euler line. അപ്പോൾ അവിടെ H എന്ന് വിളിക്കുന്നത് എന്തിനാണ്, ഓർത്തോ സെന്ററിനെയാണ്. ഓർത്തോ സെന്ററിനെയാണ് H എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രോയിഡിനെയാണ് G എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സർക്കം സെന്ററിനെയാണ് S എന്ന് വിളിക്കുന്നത്. സോ അവിടെ പറയുന്നത് HG, അതായത് ഈ ഒരു ലെങ്ത് ആണ്. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഈ ഒരു ലെങ്ത്, അതായത് SG-നെക്കാളും ഡബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റേഷ്യോ പറയുന്ന സമയത്ത് ഇവിടെ SG/GH ഒരു 1:2 റേഷ്യോയിലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ജസ്റ്റ് പറയാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ചിന്തിക്കാം, സർക്കം സെന്റർ, സെൻട്രോയിഡ്, അതുപോലെ തന്നെ ഓർത്തോ സെന്റർ, ഇത് മൂന്നിനെയും കവർ ചെയ്ത് പോകുന്ന, അത് മൂന്നും കൊലീനിയർ ആണ്. അപ്പൊ അതിലൂടെ കടന്നു പോകുന്ന ആ ലൈനെയാണ് നമ്മൾ യൂളർ ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് റിസൾട്ട്സും കൂടി നമുക്കൊന്ന് നോക്കാം. ഇൻ എ ട്രയാങ്കിൾ ABC, if the bisectors of angle B and angle C meet at O, then angle BOC is equal to 90 degree plus angle A by 2. സോ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അവർ പറയുന്നത് ഈ ആംഗിൾ BOC ഉണ്ടല്ലോ, അതായത് ഈ സെൻട്രലുള്ള ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു ആംഗിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 90 plus A by 2 ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രി പ്ലസ് A by 2 ആയിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ആംഗിളിന് ഞാൻ X എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുറത്തുള്ള ഈ ഒരു ആംഗിളും X തന്നെ ആയിരിക്കുമല്ലോ. കാരണം എന്താ, അവിടെ കൃത്യമായിട്ട് BO എന്ന് പറയുന്ന ലൈന് ആംഗിൾ ബൈസെക്ടർ ആണ്. ഇവിടെ ഈ ഒരു ആംഗിളിനെ ഞാൻ Y എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിളും Y തന്നെ ആയിരിക്കും. നേരത്തെ പറഞ്ഞ അതേ കാരണം തന്നെ, കാരണം CO എന്ന് പറയുന്ന ലൈൻ എന്താണ്, ആംഗിൾ ബൈസെക്ടർ ആണ്. സോ ആംഗിൾ A എന്തായിരിക്കും, ആംഗിൾ A നമുക്കറിയാം ടോട്ടൽ ഒരു ട്രയാംഗിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 180 ആണ്. നോക്കുക, നമുക്കറിയാം ട്രയാംഗിളിന്റെ ആംഗിൾ സം എന്ന് പറയുന്നത് 180 ആണ്. സോ ആംഗിൾ A is equal to 180 minus 2x minus 2y. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ആംഗിൾ BOC എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ആംഗിൾ BOC is equal to, നമ്മൾ അവർ പറഞ്ഞ രീതിയിലല്ല, അതല്ലാതെ നമുക്ക് നോർമൽ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക. നമുക്കറിയാം BOC എന്ന് പറയുന്ന ആ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ട്രയാംഗിൾ BOC കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെയും ആംഗിൾ സം 180 വരണ്ടേ. അങ്ങനെയാണെങ്കിൽ അവിടെ ആംഗിൾ BOC എന്തായിരിക്കും, 180 മൈനസ് ബാക്കി രണ്ട് ആംഗിൾസ് എക്സും വൈ ആണ്, അതിന് രണ്ടിനും എന്ത് ചെയ്യുക, ജസ്റ്റ് മൈനസ് ചെയ്യാം. ഓക്കെ, ഇനി അവര് പറയുന്ന ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് എന്താണ് BOC കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. അത് ഇതിന് ഈക്വൽ ആണോ എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ആംഗിൾ BOC ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി പ്ലസ് ആംഗിൾ A ഡിവൈഡഡ് ബൈ 2. ആംഗിൾ A എന്ന് പറയുന്നത് 180 മൈനസ് 2x മൈനസ് 2y ഡിവൈഡഡ് ബൈ 2 ആണ്. സോ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി പ്ലസ് 180 മൈനസ് 2x മൈനസ് 2y. അതിൽ നിന്ന് എന്താണ്, ഞാൻ 2നെ പുറത്തോട്ട് എടുക്കുകയാണ്. 2നെ പുറത്തോട്ട് എടുത്താൽ ബാക്കി 90 മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നുണ്ടാവും. സോ 2ഉം 2ഉം ജസ്റ്റ് ക്യാൻസലായി, ഈക്വൽ ടു 90 ഡിഗ്രി പ്ലസ് 90 മൈനസ് എക്സ് മൈനസ് വൈ ആണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് നമുക്ക് അൾട്ടിമേറ്റ്ലി എന്ത് കിട്ടും, 90 പ്ലസ് 90 180 മൈനസ് എക്സ് മൈനസ് വൈ. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കൃത്യമായിട്ട് BOCയുടെ വാല്യൂ കിട്ടുന്നത്, 180 മൈനസ് എക്സ് മൈനസ് വൈ. സോ ആ ഒരു പറയുന്ന കാര്യം എന്താണ്, കൃത്യമായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാര്യം നോക്കാം. ഇൻ എ ട്രയാംഗിൾ ABC, ഇഫ് സൈഡ്സ് AB ആൻഡ് AC ആർ പ്രൊഡ്യൂസ്ഡ് ടു D and E റെസ്പെക്റ്റീവ്ലി and the bisectors of angle DBC and angle ECB intersect at O, then angle BOC is equal to 90 minus angle A divided by 2 എന്നുള്ളതാണ്. സോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ പറയുന്നത് ABയും ACയും എന്ത് ചെയ്യാണ്, ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ ഡിയും അതുപോലെ തന്നെ ഇ എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് നമ്മൾ അവിടെ ജസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
ആംഗിൾ ഡി ബി സി എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്, അതിന്റെ ബൈസെക്ടർ ആണ് BO എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആംഗിൾ ECB. ഓക്കെ, ആംഗിൾ ECB എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ ആണ്, അതിന്റെ ബൈസെക്ടർ ആണ് ഈ CO എന്ന് പറയുന്നത്. അവരോട് പറയുന്നത് ആംഗിൾ BOC is equal to 90 മൈനസ് ആംഗിൾ A/2 ആണ്. അതായത് ഈ ഒരു ആംഗിളിനെ കുറിച്ചാണ് അവരോട് പറയുന്നത്, BOC. ഓക്കെ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് ആംഗിൾ A/2 ആണെന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് പ്രൂവ് ചെയ്യാം. സോ ഞാൻ നേരത്തെ എടുത്തതുപോലെ തന്നെ കൺസിഡർ ചെയ്യാണ്. ഇവിടെ രണ്ട് ആംഗിൾ ബൈസെക്ടേഴ്സ് ഉണ്ട്. സോ ഞാനിവിടെ ഇങ്ങനെ എടുക്കുകയാണ്. ഈ ഒരു ആംഗിളിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിളും എനിക്ക് എന്ത് തന്നെ ആയിരിക്കും, എക്സ് തന്നെ ആയിരിക്കും. ഈ ഒരു ആംഗിളിനെ ഞാൻ വൈ എന്ന് വിളിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും, ഈ ഒരു ആംഗിളും എനിക്ക് വൈ തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും, ഈ ഒരു ആംഗിൾ ഇവിടെ ഈ ACE എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, അതിൻ്റെ ആംഗിൾ 180 വരണം. നമുക്ക് ഈ ഒരു ആംഗിൾ 180 മൈനസ് 2y എന്ന് പറഞ്ഞൂടെ. ഓക്കെ, 180 മൈനസ് 2y എന്ന് പറഞ്ഞൂടെ. അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും, 180 മൈനസ് 2x ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആംഗിൾ A കണ്ടെത്താൻ പറ്റും. ആംഗിൾ A ഈസ് ഈക്വൽ ടു 180 മൈനസ് 2x മൈനസ് 180 മൈനസ് 2y. So angle A is equal to 180 minus 180 plus 2x minus 180 plus 2y. So angle A is equal to 180 minus 180 just എന്ത് ചെയ്തു, ക്യാൻസൽ ആയിട്ട് പോയി. 2x plus 2y മൈനസ് 180 എന്ന് കിട്ടി. ഇതാണ് നമുക്ക് അവിടെ ആംഗിൾ എന്റെ വാല്യൂ നമുക്ക് വരുന്നത്. ഇനി നേരത്തെ കണ്ടത് ഇതുപോലെ തന്നെ നമുക്ക് BOCയുടെ വാല്യൂ എന്താ നോക്കാം. സോ ഈ രീതിയിലാണ് ചെറിയൊരു ട്രയാംഗിൾ അവിടെ വരുന്നത്. ഈ ഒരു ആംഗിൾ എക്സ് ആണ്, ഈ ഒരു ആംഗിൾ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും, 180 മൈനസ് എക്സ് മൈനസ് വൈ ആയിരിക്കും. സോ ഇതാണ് നമുക്ക് അവിടെ BOCയുടെ വാല്യൂ വരുന്നത്. സോ അവർ പറയുന്ന കാര്യം വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ആംഗിൾ BOC ഈസ് ഈക്വൽ ടു എന്താണ്, 90 ഡിഗ്രി മൈനസ് ആംഗിൾ A. ആംഗിൾ A എന്ന് പറയുന്നത് എന്താ, 2x പ്ലസ് 2y മൈനസ് 180 ഡിവൈഡഡ് ബൈ 2 ആണ്. is equal to 90 ഡിഗ്രി മൈനസ് ഇവിടെ 2x പ്ലസ് 2y മൈനസ് 180. അതിൽ നിന്ന് 2നെ കോമൺലി പുറത്തോട്ട് എടുത്ത് താഴെയുള്ള ഡിനോമിനേറ്ററിലെ 2നോട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരിക, എക്സ് പ്ലസ് വൈ മൈനസ് 90 എന്നുള്ളതാണ് വരിക. ഇനി എന്ത് ചെയ്യുക, ആ ബ്രാക്കറ്റിനുള്ളിലേക്ക് ആ മൈനസിന് എടുക്കുക. സോ 90 ഡിഗ്രി മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് ഓഫ് മൈനസ് 90 പ്ലസ് 90 ആണ് വരിക. സോ അൾട്ടിമേറ്റ്ലി ഞാനിവിടെ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എഴുതുന്നുണ്ട്, 180 ഡിഗ്രി മൈനസ് എക്സ് മൈനസ് വൈ. ഓക്കെ, ഇതാണ് എനിക്ക് ആംഗിൾ BOC വരുന്നത്. അത് തന്നെയാണല്ലോ എനിക്ക് ഇവിടെയും കിട്ടുന്നത്. സോ കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്തു, അവിടെ ജസ്റ്റ് പ്രൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് നോക്കാം. ഇൻ എ ട്രയാംഗിൾ ABC, ഇഫ് AD ഈസ് ദ ആംഗിൾ ബൈസെക്ടർ ഓഫ് BAC ആൻഡ് AE ഈസ് പാരലൽ ടു BC, then angle DAE is equal to half of ABC minus angle ACB. അതാണ് അവിടെ കൺസെപ്റ്റ് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ABC എന്ന് പറയുന്ന ആ ഒരു ബിഗർ ട്രയാംഗിൾ ഉണ്ട്. ആ ട്രയാംഗിളിന്റെ ആംഗിൾ ബൈസെക്ടർ ആണ് AD എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും, കൃത്യമായിട്ട് ഈക്വൽ ആയിരിക്കും. ഏതൊക്കെ ആംഗിൾസ് ആണ് കൃത്യമായിട്ട് ഈക്വൽ ഉണ്ടാവുക, ജസ്റ്റ് നോക്കുക. ആംഗിൾ BAD ഈസ് ഈക്വൽ ടു ആംഗിൾ CAD. ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും, കൃത്യമായിട്ട് അവിടെ ഈക്വൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ AE എന്താണ്, കൃത്യമായിട്ട് അവിടെ BC എന്ന ലൈനിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആണ്. ജസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് ആണെന്നുള്ളത് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യം ഓൾറെഡി ക്ലിയർ ആണല്ലോ. ആംഗിൾ DAE ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ ABC മൈനസ് ആംഗിൾ ACB എന്നുള്ളതാണ്. സോ നമ്മൾ ഫസ്റ്റ് ട്രയാംഗിൾ ABE കൺസിഡർ ചെയ്യാം. ട്രയാംഗിൾ ABEയിൽ നമ്മൾ ആദ്യം കാണുന്നത് ആംഗിൾ BAE ആണ്. ഓക്കെ, അപ്പോൾ BAE കൺസിഡർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ലേ, ഇവിടെയുള്ള ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. ടോട്ടൽ ആംഗിൾ സം എന്ന് പറയുന്നത് 180 ആണ്. സോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, 180 മൈനസ് 90 മൈനസ് ആംഗിൾ B, അതായിരിക്കും നമുക്ക് BAE എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ വരിക. അൾട്ടിമേറ്റ്ലി ഇവിടെ ട്രയാംഗിൾ അല്ല, ഇവിടെ ആംഗിൾ ആണ്. ഓക്കെ, ആംഗിൾ BAE ആണ്. സോ ആംഗിൾ BAE ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 90 ആണ്,
90 മൈനസ് ആംഗിൾ ബി എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ബിഗ്ഗർ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് ട്രയാങ്കിൾ എ ബി സി. ഇനി നമുക്ക് ആംഗിൾ ബി എ സി കൺസിഡർ ചെയ്യാം. എന്തായിരിക്കും വരുന്നുണ്ടാവുക, 180 മൈനസ് ആംഗിൾ ബി മൈനസ് ആംഗിൾ സി ആയിരിക്കും നമുക്ക് അവിടെ വരുന്നുണ്ടാവുക. ഇനി ജസ്റ്റ് നോക്കുക ആംഗിൾ ബി എ ഡി. ഓക്കെ, ആംഗിൾ ബി എ ഡി എന്ന് പറയുന്നത് നമുക്ക് എ ഡി എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ ബൈസെക്ടർ വന്നു, അതിന്റെ ഒരു സൈഡിലുള്ള ആംഗിൾ ആണ്. ദാറ്റ് മീൻസ് അത് ആംഗിൾ ബി എ സിയുടെ ഹാഫ് ആയിരിക്കും അല്ലേ, ആംഗിൾ ബി എ സിയുടെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നോക്കുക ആംഗിൾ ബി എ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എ സി. ആംഗിൾ ബി എ സി എന്ന് പറഞ്ഞാൽ എന്താ, 180 മൈനസ് ആംഗിൾ ബി മൈനസ് ആംഗിൾ സി ഡിവൈഡഡ് ബൈ 2 വരും. സോ ആംഗിൾ ബി എ ഡി ഈസ് ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ 2 90 ആണ്, മൈനസ് ആംഗിൾ ബി ബൈ 2 മൈനസ് ആംഗിൾ സി ബൈ 2. ഇങ്ങനെയായിരിക്കും നമുക്ക് അവിടെ ആംഗിൾ ബി എ ഡി വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് എന്താ, നമുക്ക് ആംഗിൾ ഡി എ ഇ ആണ്. അതാണ് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. സോ ആംഗിൾ ഡി എ ഇ ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആംഗിളിൽ നിന്ന്, ഈ ഒരു ടോട്ടൽ ആംഗിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു ആംഗിൾ മൈനസ് ചെയ്തൂടെ. ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു ചെറിയ ആംഗിൾ കിട്ടും, ഡി എ ഇ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ആംഗിൾ കിട്ടും. സോ ബി എ ഡി, ആംഗിൾ ബി എ ഡി, ആംഗിൾ ബി എ ഡി മൈനസ് ആംഗിൾ ബി എ ഇ, ബി എ ഇ എന്ത് ചെയ്യാം, ജസ്റ്റ് മൈനസ് ചെയ്യാം. സോ ആംഗിൾ ബി എ ഡി എന്താ, 90 മൈനസ്, നമ്മുടെ മുകളിൽ തന്നെ ഉണ്ട്, 90 മൈനസ് ആംഗിൾ ബി ഡിവൈഡഡ് ബൈ 2 മൈനസ് ആംഗിൾ സി ഡിവൈഡഡ് ബൈ 2 ആണ്. അതിൽ നിന്ന് ആംഗിൾ ബി എ ഇ മൈനസ് ചെയ്യാം. ബി എ ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ബി എ ഇ എത്രയാണ്, 90 മൈനസ് ആംഗിൾ ബി ആണ്. ഓക്കെ, ജസ്റ്റ് എഴുതി കൊടുക്കുക, 90 മൈനസ് ആംഗിൾ ബി ആണ്. സോ നമ്മൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് ആ ഒരു മൈനസിന് എടുക്കുന്ന സമയത്ത് 90 മൈനസ് ആംഗിൾ ബി ബൈ 2 മൈനസ് ആംഗിൾ സി ബൈ 2 മൈനസ് 90 പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 90 മൈനസ് 90 എന്ത് ചെയ്യും, ഡയറക്ട്ലി ക്യാൻസൽ ആയിട്ട് പോകും. മൈനസ് ബി ബൈ 2 പ്ലസ് ബി, ദാറ്റ് മീൻസ് അൾട്ടിമേറ്റ്ലി ആംഗിൾ ബി ബൈ 2 എന്ന് കിട്ടും, മൈനസ് ആംഗിൾ സി ബൈ 2 എന്നും നമുക്ക് അവിടെ എന്ത് ചെയ്യും, ജസ്റ്റ് കിട്ടും. സോ ആംഗിൾ ഡി എ ഇ ഇസ് ഈക്വൽ ടു ആണ് നമുക്ക് എന്ത് ചെയ്തത്, ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അൾട്ടിമേറ്റ്ലി അവിടെ ആ ഒരു കൺസെപ്റ്റിൽ എന്താണ് പറയുന്നത്, ആംഗിൾ ഡി എ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ എ ബി സി മൈനസ് ആംഗിൾ എ സി ബി. ആക്ച്വലി നമുക്ക് കിട്ടിയത് അത് തന്നെയല്ലേ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആംഗിൾ ഡി എ ഇ ഇസ് ഈക്വൽ ടു, ഇവിടെ ഡിവൈഡ് ബൈ 2 കോമൺ അല്ലേ, അതിന് ഞാൻ കോമൺലി പുറത്തോട്ട് എടുത്തു. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എനിക്കതിനെ ആംഗിൾ എ ബി സി എന്നും പറഞ്ഞൂടെ, ആംഗിൾ ബിനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആംഗിൾ എ ബി സി മൈനസ് ആംഗിൾ സീനെ എനിക്ക് എ സി ബി എന്ന് പറഞ്ഞൂടെ, ആംഗിൾ എ സി ബി. ഓക്കെ, ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഇത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നത്, അവിടെ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. സോ കൃത്യമായിട്ട് അവിടെ ആംഗിൾ ബിക്കും അതുപോലെ തന്നെ ആംഗിൾ സിക്കും എന്ത് ചെയ്തു, അതിൻ്റെ അതായത് എ ബി സി എന്നുള്ള രൂപത്തിലും എ സി ബി എന്നുള്ള രൂപത്തിലും ജസ്റ്റ് നെയിം ചെയ്തു. വേറെ ഒന്നും കാര്യമായിട്ട് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല. സോ ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഓക്കെ, കൃത്യമായിട്ട് ആ റിസൾട്ടിലോട്ട് തന്നെ നമ്മൾ അവിടെ എത്തുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് നോക്കാം. ഇൻ എ ട്രയാങ്കിൾ എ ബി സി, ഇഫ് സൈഡ് ബി സി ഈസ് പ്രൊഡ്യൂസ്ഡ് ടു ഡി and bisectors of angle ABC and angle ACD meet at E, then angle BEC is equal to half of angle BAC. അതാണ് നമുക്ക് അവിടെ കൺസെപ്റ്റ് വരുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കുക, ഈ BE എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ ആണ്. സോ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു പാർട്ട് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെയും എനിക്ക് എക്സ് എന്ന് കൊടുത്തൂടെ, കാരണം രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് നോക്കുക, ഈ ഒരു സി ഇ എന്ന് പറയുന്ന ലൈന് ഈ ഒരു ആംഗിളിൻ്റെ എന്താണ്, ബൈസെക്ടർ ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഞാൻ ഇവിടെ വൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിളിനെയും എനിക്ക് എന്ത് ചെയ്യാം, വൈ എന്ന് കൊടുക്കാൻ പറ്റും. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ ഒരു ആംഗിളിനെ ഒന്ന് കൺസിഡർ ചെയ്യാം, ഈ പുറത്തുള്ള ആംഗിൾ വൈ. ഓക്കെ, സോ ഞാൻ ആ ഫിഗർ ഞാൻ ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ്. ഈ ഒരു ട്രയാംഗിൾ മാത്രം, ഇവിടെ ആംഗിൾ വൈ വരുന്നുണ്ട്, ഈ ഉള്ളിലുള്ള ആംഗിളും വൈ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ എക്സ് വരുന്നുണ്ട്, ഇവിടെ ഇ ആണ്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ ആംഗിൾ ഇ എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, സോ എനിക്കിവിടെ എങ്ങനെ പറഞ്ഞൂടെ, വൈ ഈസ് ഈക്വൽ ടു
അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് y ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് y ആയിട്ട് വരുന്നത്. ആ എക്സ്റ്റീരിയർ ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് ഇന്റീരിയർ ആംഗിൾസിന് തുല്യമല്ലേ? അതായത് ഈ ഒരു ആംഗിളിനും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളിന്റെയും സമ്മിന് തുല്യമാണ് ആക്ച്വലി ഈ ഒരു y എന്ന് പറയുന്നത്. രണ്ട് ഇന്റീരിയർ ആംഗിൾസിന് ഈക്വൽ ആണ്. സോ എക്സ് പ്ലസ് ആംഗിൾ ഇ എന്ന് എനിക്ക് അവിടെ പറഞ്ഞൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു ലൈൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ജസ്റ്റ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇനി 2y കാണാണ്. അതായത് ഈ ഒരു ടോട്ടൽ ആംഗിൾ കാണാണ്. 2y ആണല്ലോ ടോട്ടൽ ആംഗിൾ ആയിട്ട് വരുന്നത്, ഈ എക്സ്റ്റേണലുള്ള ഈ ഒരു ആംഗിൾ വരുന്നത്. സോ അതും ഞാൻ ആ ട്രയാംഗിൾ ചെറുതായിട്ടൊന്ന് വരക്കാം. ഈ രൂപത്തിലാണ് എനിക്ക് ആ ഒരു ആംഗിൾ വരുന്നത്. ഇവിടെ 2y ആണ്, ഇത് ആംഗിൾ എ ആണ്. ഇവിടെ എനിക്ക് ആംഗിൾ എ എന്ന് വിളിക്കാൻ പറ്റും. ഇവിടെ 2x ആണ്. രണ്ട് ചെറിയ ആംഗിളും കൂടി കൂട്ടിയിട്ട് 2x വന്നു. അപ്പോൾ എനിക്കിവിടെ 2y ഈസ് ഈക്വൽ ടു 2x പ്ലസ് ആംഗിൾ എ എന്ന് പറഞ്ഞൂടെ? ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ. എന്താണ് അവിടെ 2y എന്ന് പറയുന്നത് ആ ഒരു ട്രയാംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഇന്റീരിയർ ആംഗിൾസിന് എന്തായിരിക്കും, അതിന്റെ സമ്മിന് തുല്യമായിരിക്കും ഈ 2y എന്ന് പറയുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് ആണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. സോ 2y ഈസ് ഈക്വൽ ടു 2x പ്ലസ് ആംഗിൾ എ. സോ ഞാൻ ഒന്നുകൂടി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാണ്. ഇവിടെ നിന്ന് എനിക്ക് ആംഗിൾ ഇ കാണാം. ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു y മൈനസ് എക്സ് ആണ്. ഓക്കെ, ഞാൻ ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതായത് 2 ഓഫ് ആംഗിൾ ഇ ഇസ് ഈക്വൽ ടു 2y മൈനസ് 2x ആണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗിൾ എനെ കാണാൻ പറ്റും. ഓക്കെ, ആംഗിൾ എ ഇസ് ഈക്വൽ ടു 2y മൈനസ് 2x. സോ അൾട്ടിമേറ്റ്ലി ഇവിടെ 2y മൈനസ് 2x, 2y മൈനസ് 2x. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും അതേപോലെ ഈക്വൽ ആവില്ലേ? എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? 2 ഇൻറ്റു ആംഗിൾ ഇ ഇസ് ഈക്വൽ ടു ആംഗിൾ എ എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും. ഒന്നും കൂടി നമുക്ക് അറേഞ്ച് ചെയ്ത് പറയുകയാണെങ്കിൽ ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ എ. അതായത് 2നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഡിവൈഡഡ് ബൈ എന്തായി 2 ആയിട്ട് മാറി. സോ ക്വസ്റ്റ്യനിൽ പറയുന്ന ആ രൂപത്തിലാക്കി എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനെ ബി ഇ സി എന്ന് പറഞ്ഞൂടെ? ആംഗിൾ ഇനെ ആംഗിൾ ബി ഇ സി എന്ന് പറഞ്ഞൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ആംഗിൾ ബി ഇ സി ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എനെ നമുക്ക് ബി എ സി എന്ന് പറഞ്ഞൂടെ? ആംഗിൾ ബി എ സി ആണ്. ആംഗിൾ ബി എ സി ഇത് തന്നെയല്ലേ ആ ഒരു കൺസെപ്റ്റിൽ നമ്മോട് പറയുന്നത്? സോ ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഒരു രീതിയിൽ നമുക്കതിനെ വളരെ ഈസി ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു കൺസെപ്റ്റും കൂടി നോക്കാം. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് ട്രയാങ്കിളിൻ്റെ ഒരു ഇനീക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് അക്യൂട്ട് ട്രയാങ്കിളിൻ്റെയും അതുപോലെ തന്നെ ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിൻ്റെയും. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ആ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് എ ബി സി ആണ്. അവിടെ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ആണ്. അതായത് എ ആണ് ഏറ്റവും ബിഗർ സൈഡ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സൈഡിൻ്റെ ലെങ്ത് വെച്ച് നോക്കുമ്പോൾ ബി വരുന്നുണ്ട്, നെക്സ്റ്റ് സി വരുന്നുണ്ട്. ആ രൂപത്തിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന കൺസെപ്റ്റ്, ഫസ്റ്റ് കൺസെപ്റ്റ് നോക്കാം. ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 സ്മോളർ സൈഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് തേർഡ് സൈഡ്. ദാറ്റ് മീൻസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, അത് രണ്ടാണല്ലോ ചെറിയ സൈഡ്സ് വരുന്നത്, ഈസ് ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ. ഇത് ഏതിൻ്റെ കേസിലാണ്? ഒരു അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ. ഓക്കെ, ഒരു ട്രയാങ്കിൾ അക്യൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് സൈഡ്സിൻ്റെ ലെങ്ത് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ അക്യൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അവിടെ ചെറിയ രണ്ട് സൈഡ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എടുക്കുക. അത് മൂന്നാമത്തെ ഒരു സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സമ്മിനേക്കാളും ബിഗർ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് അക്യൂട്ടാണ്. ഇനി നേരെ തിരിച്ച് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈസ് ലെസ് ദാൻ എ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതെന്താണ്? അതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 20. ദ ലെങ്ത്സ് ഓഫ് 3 sides ആർ ഇൻഡിജേഴ്സ്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ആർ നോട്ട് കോൺഗ്രുവൻറ്റ്? കോൺഗ്രുവൻ്റ് അല്ലാതെ യുണീക്ക് ആയിട്ട് നമുക്ക് എത്ര ട്രയാങ്കിൾസ് അവിടെ മേക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. ഓക്കെ, ട്രയാങ്കിൾസിൻ്റെ കേസിൽ നമുക്കറിയാം എപ്പോഴും എന്തായിരിക്കണം? ഏത് 2 sides എടുത്താലും അതിൻ്റെ സം എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡിനേക്കാളും ബിഗർ ആയിരിക്കണം. അതായത് എയും ബിയും സിയും 3 സൈഡ് ആണെങ്കിൽ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ സി ആയിരിക്കണം, എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കണം, അതുപോലെ തന്നെ ബി പ്ലസ് സി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? എ ആയിരിക്കണം. ഓക്കെ, ഇത് ഏത് ട്രയാങ്കിളിൻ്റെ ബേസിലും അതെന്താണ്? നിർബന്ധമാണ്. സോ ഇവിടെ നോക്കുക, പെരിമീറ്റർ 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൻ്റെ ലെങ്ത് ആവാൻ പറ്റുന്ന മാക്സിമം എത്രയാണ്? ഓക്കെ, 10 സെൻറ്റിമീറ്റർ. ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല.
ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിച്ചോ, 20 യൂണിറ്റ്സ് ആണ് മാക്സിമം, അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് 10 യൂണിറ്റ്സ് എടുക്കാൻ പറ്റുമോ? ഒരൊറ്റ സൈഡിൻ്റെ ലെങ്ത് ആയിട്ട് പറ്റില്ല. കാരണം ഇത് 10 എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ടും കൂടി 10 വരുള്ളൂ. കാരണം 10 + 10 20 വരുള്ളൂ. സോ അവിടെ നമുക്ക് ഈക്വൽ ആണ് വരിക. നമുക്ക് കൃത്യമായി ഗ്രേറ്റർ ആവണം, A+B ഗ്രേറ്റർ C എന്ന് വരണം. അപ്പം നമുക്ക് ഏറ്റവും മാക്സിമം അവിടെ എടുക്കാൻ പറ്റിയ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 ആണ്. അതിൻ്റെ മീതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ വേണ്ടി പറ്റില്ല. ഒരു സൈഡ് 9 ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ സൈഡ് 9 ആവാം, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് 2 ആവാം. ഒരു സൈഡ് 9 ആയി, രണ്ടാമത്തെ സൈഡ് 8 ആയി, മൂന്നാമത്തെ സൈഡ് എന്താവാം, 3 ആവാം. ഓക്കെ, 9 വെച്ച് നമുക്ക് പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുക, 7ഉം അതുപോലെ തന്നെ 4ഉം വരും, 9, 6, 5 വരാം. ഓക്കെ, ഇനി അടുത്തെടുക്കുന്ന സമയത്ത് 9ഉം 5ഉം 6ഉം ആണ്. സോ ഇത് ബേസിക്കലി ഇത് രണ്ടും എന്താണ്, സെയിം കൈൻഡ് ഓഫ് ട്രയാങ്കിൾ തന്നെയാണ്. സോ അത് വേറെ വേറെ പറയേണ്ട ആവശ്യമില്ല. സോ അത് യുണീക്കായിട്ട് ഒന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. അപ്പം 9 ഏറ്റവും ബിഗർ സൈഡ് ആയിട്ട് വരുന്നതിൽ ഈ ഒരു കേസസ് ആണ് നമുക്കുള്ളത്. ഇനി 8 ബിഗർ സൈഡ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനിയും 9 എടുക്കാൻ പോകരുത്, കാരണം 9 വരുന്ന എല്ലാ ട്രയാങ്കിൾസും നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി ഫസ്റ്റ് 8ഉം അതുപോലെ തന്നെ 8 + 8 16 ആണ്, അപ്പോൾ 4 വരും. ഇനി 8, 7, 5 വരും, 8, 6, 6 വരും. ഓക്കെ, ഇനി അടുത്തത് 5ഉം അതുപോലെ തന്നെ 7ഉം ആണ് വരിക. അത് നമ്മൾ ഓൾറെഡി 7ഉം 5ഉം എടുത്തിട്ടുണ്ട്. സോ ഇനി എന്ത് ചെയ്യില്ല, അടുത്തൊരു പോസിബിലിറ്റി അവിടെ വരില്ല. ഇനി 7 ബിഗർ സൈഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. 7, 7, 6 അടുത്തെടുക്കുമ്പോൾ 7, 6, 7 ആണ്, അത് ഇതിൻ്റെ റിപ്പീറ്റേഷൻ ആണ്. സോ ഇത്രയുമാണ് നമുക്ക് അവിടെ യുണീക്ക് ആയിട്ട് എന്ത് ചെയ്യാം, വരുന്നുണ്ടായിരിക്കുക. ഇനി 6 എടുക്കുന്ന സമയത്തും 6ൻ്റെ താഴേക്ക് പോകുന്ന സമയത്ത് 6, 6, 6 എടുത്താലും അത് 18 വരുള്ളൂ. നമുക്ക് 20 പെരിമീറ്റർ എത്തിക്കണം. സോ അവിടുന്ന് അങ്ങോട്ട് ഇനി പോസിബിൾ അല്ല. സോ 1, 2, 3, 4, 5, 6, 7, 8 ട്രയാങ്കിൾസ് ആണ് അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ TQ ആൻഡ് TR ആർ ദ ബൈസെക്ടേഴ്സ് ഓഫ് Q ആൻഡ് R റെസ്പെക്റ്റീവ്ലി. നിങ്ങൾക്ക് അവിടെ TQയും അതുപോലെ തന്നെ TRും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ബേസിക്കലി വളരെ ബേസിക് ആയിട്ട് ഇവിടെ 30 ഡിഗ്രി ആണെന്ന് വേഗം മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം അതിൻ്റെ മറ്റേ ആംഗിൾ 30 ഡിഗ്രി ആണ്, ആംഗിൾ ബൈസെക്ടർ ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് 30 ഡിഗ്രി ആയിരിക്കും. ഇഫ് ആംഗിൾ QPR ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി, ഈ ഒരു ആംഗിൾ 80 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ PRT ഓൾറെഡി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫിഗറിൽ 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ TQR അതുപോലെ തന്നെ QTR. TQR എത്രയാണെന്ന് നമുക്ക് കണ്ടെത്തണം, അതുപോലെ തന്നെ ആംഗിൾ QTR എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഓക്കെ, ഇത് 80 വന്നു, ഇത് രണ്ടും കൂടി 60 വന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളും കൂടി നമുക്ക് എത്ര വരും, ടോട്ടൽ എത്ര വരും? ഓക്കെ, 180 - 140 40 വരും. സോ ഓരോ ആംഗിളും എത്രയായിരിക്കും, 20ഉം അതുപോലെ തന്നെ 20 ആയിരിക്കും. നോർമൽ ട്രയാംഗിളിൻ്റെ ആംഗിൾ സം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കാണുന്നത്. ഓക്കെ, 20ഉം അതുപോലെ തന്നെ 20ഉം ഓരോ ആംഗിൾസ് നമുക്ക് വന്നു. അപ്പോൾ നമുക്ക് TQRൻ്റെ വാല്യൂ ആയല്ലോ. TQRൻ്റെ വാല്യൂ എത്രയാണ്, 20 ഡിഗ്രി ആണ്. ഇനി QTR ഈ ഒരു ആംഗിൾ ആണ്, അതായത് ഈ ഉള്ളിലുള്ള ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് ഇനി അടുത്തതായിട്ട് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഈ ഒരു ഉള്ളിലുള്ള ഈ ഒരു ആംഗിൾ ആണ് കണ്ടെത്തേണ്ടത്. സോ ആ ഒരു ആംഗിൾ എങ്ങനെ കണ്ടെത്താം, നമുക്ക് ജസ്റ്റ് 180ൽ നിന്ന് 20ഉം അതുപോലെ തന്നെ 30ഉം മൈനസ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 180 - 20 160 ആണ്. 160 - 30 130 ഡിഗ്രി ആണ് നമുക്ക് അവിടെ ആൻസർ വരാം. ഓക്കെ, സോ QTR 130 ഡിഗ്രി എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്തും. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് അവിടെ മെയിൻ ആയിട്ട് ആംഗിൾസ് വരുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഡിഫറെന്റ് ട്രയാംഗിൾസ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 ഈക്വൽ സൈഡ്സ്, ഇൻറ്റിജർ സൈഡ് ലെങ്ത് ആൻഡ് എ പെരിമീറ്റർ ഓഫ് 81 യൂണിറ്റ്സ് ആർ there? അപ്പോൾ പെരിമീറ്റർ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, 81 യൂണിറ്റ് ആണ്. ഓക്കെ, കണ്ടീഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ, ട്രയാംഗിളിൻ്റെ 3 സൈഡ്സും ഇൻറ്റിജർ ആയിരിക്കണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 2 സൈഡെങ്കിലും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഒന്നിക്കൊരു ഐസോസിലസ് ട്രയാംഗിൾ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാംഗിൾ ആയിരിക്കണം. ഓക്കെ, 2 സൈഡ് ഈക്വൽ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം, 3 സൈഡും ഈക്വൽ ആവാം. ഓക്കെ, ഇങ്ങനെയുള്ള കേസസ് ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടത്, വരേണ്ടത്. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് 2 സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൂടെ, അതായത് x + y is equal to 81, അല്ലാന്നുണ്ടെങ്കിൽ 2x + y is equal to 81. സോ ഇവിടെ നമുക്കൊരു ലീനിയർ ഇക്വേഷൻ കിട്ടി വിത്ത് 2 വേരിയബിൾ. ഓക്കെ, ഇനി ജസ്റ്റ് ചിന്തിക്കാം, നമുക്ക് എക്സിന് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാം, അതുപോലെ തന്നെ വൈന് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാം, അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് കണ്ടെത്താം. അതിൻ്റെ ഒക്കെ മുമ്പേ 81 ആണ് പെരിമീറ്റർ എന്നുണ്ടെങ്കിൽ ഒരു സൈഡിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? നമുക്ക് ഇവിടെ 41 കൊടുക്കാൻ പറ്റുമോ? ഇല്ല.
41 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി രണ്ട് സൈഡും കൂടി സമ്മ് 40 വരുള്ളൂ. സോ നമുക്കത് പോസിബിൾ അല്ല. സോ ഒരു സൈഡിന് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. ഓക്കെ, അതിന്റെ മീതൊക്കെ ഒരു സൈഡ് ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതായത് എക്സിനാണെങ്കിലും വൈനാണെങ്കിലും ഇവിടെ മാക്സിമം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. സോ ജസ്റ്റ് നോക്കാം, 2x + y = 81 ആണ്. സോ എക്സിന്റെയും വൈന്റെയും പോസിബിൾ കേസസ് നമുക്ക് എടുക്കാം. എക്സിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 40 ആണ്. എക്സിന് 40 കൊടുക്കുമ്പോൾ വൈന് എത്ര വാല്യൂ വരിക? 2 × x, ദാറ്റ് മീൻസ് 2 × 40 80 ആണ്. 80 + 1 ആണ് നമുക്ക് എന്ത് വരിക? 81 വരിക. ദാറ്റ് മീൻസ് വൈന്റെ വാല്യൂ 1. ജസ്റ്റ് നോക്കാം, എക്സിന്റെ വാല്യൂ 40 വൈന്റെ വാല്യൂ 1 ആവുമ്പോൾ നമുക്ക് എക്സാക്ട് സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ, 81 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അവിടെ കിട്ടുന്നുണ്ട്. 2 × 40 80 ആണ്. 80 + 1 81 വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? എക്സിന്റെ വാല്യൂസ് ചെറുതായിട്ട് വരും, വൈന്റെ വാല്യൂ ഇൻക്രീസ് ആയിട്ട് വരും. സോ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് വൈന്റെ വാല്യൂയിലാണ്. സോ വൈന് ഏതൊക്കെ വാല്യൂസ് മാക്സിമം എത്ര വാല്യൂ വരെ പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. സോ ജസ്റ്റ് നോക്കുക, വൈന് 1 വന്നു. ഇനി വൈ ഇൻക്രീസ് ചെയ്യുക ഏതിന്റെ ബേസിസിലായിരിക്കും? എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ ബേസിസിലായിരിക്കും. അപ്പോൾ 2x ആണ്, എക്സിന്റെ കോയിഫിഷ്യന്റ് 2 ആണ്. സോ വൈന്റെ നെക്സ്റ്റ് വാല്യൂ 3 ആയിരിക്കും, നെക്സ്റ്റ് 5 ആയിരിക്കും. അങ്ങനെ പോയി പോസിറ്റീവ് വാല്യൂ ഏത് വരെ നമുക്ക് വൈക്ക് പോകാൻ പറ്റും? 40 ആണ് മാക്സിമം ഒരു സൈഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 40 എടുക്കാൻ പറ്റുമോ? 40 എടുക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു സീരീസിൽ ഇത് ഓഡ് നമ്പറിന്റെ സീരീസാണ്, 1 3 5 7 എന്നുള്ള രൂപത്തിലാണ്. 40 എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്. അപ്പോൾ അതിൽ മാക്സിമം വരാൻ പറ്റുക 39 ആണ്. ഓക്കെ, അപ്പോൾ 1 to 39 വരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് അവിടെ മേക്ക് ചെയ്യും. അതായത് 1 3 5 7 എന്നുള്ള രൂപത്തിൽ. സോ എത്ര ടേംസ് നമുക്ക് അവിടെ കഴിയുന്നുള്ളത് ജസ്റ്റ് നോക്കാം. 39 - 1 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്, പ്ലസ് 1. സോ 38/2 + 1, ദാറ്റ് മീൻസ് 19 + 1 20 ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് നമുക്ക് അവിടെ എന്താണ് ഈ ഒരു പറയുന്ന കേസ് വെച്ചിട്ട് അവിടെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ആ ഒരു ആൻസറിലേക്ക് എത്തിയത്. ഇവിടെ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എക്സിൻ്റെ വാല്യൂ 27 വന്നു കഴിഞ്ഞാൽ അവിടെ വൈൻ്റെ വാല്യൂ അതേപോലത്തെ 27 വരും. 27 27 27 എന്നുള്ള രൂപത്തിലായിരിക്കും. ബാക്കിയൊക്കെ തന്നെ എന്തായിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾസ് ആയിരിക്കും. സോ അവിടെ 20 ട്രയാങ്കിൾസ് എന്താണ് നമുക്ക് ഈ ഒരു രീതിയിൽ അവിടെ പോസിബിൾ ആണ്. ഓക്കെ ആണല്ലോ. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യുക, 1 3 5 7 എന്നുള്ള രൂപത്തിൽ 39 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ട്രയാങ്കിൾ ABC വിത്ത് ആംഗിൾ BCA = 90 ഡിഗ്രി. അപ്പോൾ ആ ഒരു ആംഗിൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ആ ആംഗിൾ 90 ഡിഗ്രി വരുന്നത്. ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AB ഇന്റർസെക്ട് സെഗ്മെന്റ് AB ആൻഡ് AC അറ്റ് X ആൻഡ് Y. X എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കാണാൻ പറ്റും, Y എന്ന് പറയുന്ന പോയിന്റ് കാണാൻ പറ്റും. ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും രണ്ടും എന്താണ്? 90 ഡിഗ്രി ആണ്. ഇഫ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ BXYCയുടെയും ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, അതുപോലെ തന്നെ ട്രയാങ്കിൾ ABCയുടെയും ഏരിയൻ്റെ റേഷ്യോ ആണ് ഇവിടെ പറയുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എത്രയാണ്? 13:18 ആണ്. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിളായി പറയുകയാണ്, ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു 13x ആണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ടോട്ടൽ ABCയുടെ ഏരിയ എത്ര ആയിരിക്കും? 18x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു AYX എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൻ്റെ മാത്രം ഏരിയ എത്ര ആയിരിക്കും? 18x - 13x, ദാറ്റ് മീൻസ് 5x ആയിരിക്കും. ഓക്കെ, കൃത്യമാണോ? അപ്പോൾ 5x കിട്ടിയ ഒരു ഐഡിയ നിങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? BCയുടെ ലെങ്ത് 12 ആണെന്നും ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനുള്ളത് AC, അതായത് ഹൈറ്റ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാണ്. അത് ഞാനിവിടെ ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഡ്രോ ചെയ്യുന്ന സമയത്ത്, ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ലൈൻ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് എക്സ്ട്രാ വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ നോക്കാം. അവിടെ രണ്ട് ട്രയാങ്കിൾസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഏതൊക്കെ ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ AYXും അതുപോലെ തന്നെ ട്രയാങ്കിൾ XYBയും. ഓക്കെ, നോക്കുക, ഈ ഒരു സൈഡ് രണ്ടിനും കോമൺ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ബൈസെക്ടർ ആണ്. ദാറ്റ് മീൻസ് ആ രണ്ട് സൈഡിൻ്റെ ലെങ്ത്തും രണ്ടുപേർക്കും സെയിം ആണ്. അതിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു ആംഗിളും എന്താണ്? സെയിം ആണ്. ഓക്കെ, രണ്ട് സൈഡ് ഈക്വലായി, അതുപോലെ തന്നെ അതിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിളും കൃത്യമായിട്ട് ഈക്വലായി 90 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. സോ ആ രണ്ട് ട്രയാങ്കിളും എന്താണ്? കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. സോ ഈ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ ഈ ഒരു ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളത്
വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ ബേസിക്കലി ഇവിടെ ഈ ഒരു ഏരിയ നോക്കുക, ഈ ഒരു ഏരിയ 5x ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയും 5x ആവൂലേ? അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും 5x ആവും. ഏത് ട്രയാങ്കിളിൻ്റെ? XYB എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര ആവും? ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാവും? ജസ്റ്റ് നോക്കുക. നമുക്കറിയാം ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ 13x ആണ്. അപ്പോൾ 13x മൈനസ് 5x നമുക്ക് എത്രയാണ് വരിക? 8x ആണ് വരിക. ഓക്കെ, ഈ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 8x വരും. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ഏരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ചെയ്തു. ഇനി ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ AY എന്ന് പറയുന്ന ലൈനും YC എന്ന് പറയുന്ന ലൈനും. ഓക്കെ, അവിടെ കൃത്യമായിട്ട് ഈ YB എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ട്രയാങ്കിൾ ആയിട്ട് അവിടെ മുറിക്കുന്നുണ്ട്. സോ ഞാൻ അതിനെ ഒന്ന് ഈ രീതിയിൽ ജസ്റ്റ് തിരിക്കുകയാണ്. സോ എനിക്ക് AC എന്ന് ഇങ്ങനെ കിട്ടി. അതിനുശേഷം ഈ ഒരു രീതിയിലാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ട്രയാങ്കിൾസ് അവിടെ വരുന്നത്. സോ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 8x ആണ്. അതുപോലെ തന്നെ AYൻ്റെ മുകളിലുള്ള ആ ഒരു ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 10x ആണ്. അതായത് 5x കൂടി കൂടി. ഓക്കെ, ടോട്ടൽ ഈ 8x എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിളാണ്. ഓക്കെ, ഒക്കെ 10x ആയി. അങ്ങനെയാണെങ്കിൽ ബേസിൻ്റെയും സെയിം റേഷ്യോ ആയിരിക്കൂലേ? അതായത് ബേസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 10:8 എന്തായിരിക്കും? 8 ആയിരിക്കും. 10:8 എന്ന് പറയുമ്പോൾ 5:4 ആയിരിക്കും. ജസ്റ്റ് നോക്കുക, ബേസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആയിരിക്കും. ഓക്കെ, എങ്ങനെ കിട്ടിയത്? 10x:8x ആണ് റേഷ്യോ വരിക. എക്സും എക്സും ക്യാൻസൽ ആയി. 10:8 എന്ന് പറയുന്നത് അതിൻ്റെ സിംപ്ലർ ഫോം എടുക്കുകയാണെങ്കിൽ 5:4 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഒരു 5a ആണ്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഞാൻ പറയുകയാണ് ഒരു 4a ആണ്. ടോട്ടൽ ACയുടെ ലെങ്ത് എത്രയാണ്? ഒരു 9a വരും. 4a + 5a 9a നമുക്ക് എന്ത് ചെയ്യും, ആൻസർ ആയിട്ട് വരും. പക്ഷേ നമുക്ക് എൻ്റെ വാല്യൂ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത, ഒരു ഫൈനൽ ആൻസറിലേക്കൊന്നും നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുന്ന് നെക്സ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, ജസ്റ്റ് നോക്കാം. ഇനി നമുക്ക് അവിടുന്ന് നെക്സ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ, നമുക്ക് ട്രയാങ്കിൾ BYC കൺസിഡർ ചെയ്യാം. അതായത് താഴെയുള്ള 8x ഏരിയ ആയിട്ടുള്ള ചെറിയ ട്രയാങ്കിൾ ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അവിടെ ഹൈപ്പോട്ടിന്യൂസ് എന്താ വരുന്നത്? BY ആണ് വരുന്നത്. സോ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, BY² = 12² + CY². ഓക്കെ, സോ BY² = 12² 144 ആണ്. പ്ലസ് CY നമ്മൾ എന്താണെന്നാണ് എഴുതിയത്? CY 4a ആണ്. സോ 4a². ഓക്കെ, BY² = 144 പ്ലസ് 4a² എന്ന് പറഞ്ഞാൽ 16a² ആണ്. ഇവിടെ നോക്കുക, BY = AY അല്ലേ? BY = AY നമ്മൾ തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യൻ തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കോൺഗ്രുവൻസി പ്രൂവ് ചെയ്തതാണ്. BYയും അതുപോലെ തന്നെ AYയും എന്താണ്, സെയിം ആണ്. സോ AY എന്ന് പറയുന്നത് എത്രയാണ്? 5a ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. BY = AY = 5a ആണ്. BY² പകരം 5a² എന്ന് എഴുതാം, = 144 + 16a². ഓക്കെ, 5a² എന്ന് പറയുന്നത് 25a² ആണ്, = 144 + 16a². 16a² ഇങ്ങോട്ടേക്ക് വരും. 25a² - 16a² 9a² വരും. 9a² = 144. a² = 144 divided by 9. a = 144 divided by 9 അല്ലേ? √144 divided by 9 വരും, = 12 divided by 3 = 4 വരും. സോ എൻ്റെ വാല്യൂ നമുക്ക് 4 ആണ് കിട്ടിയത്. നമുക്ക് കാണേണ്ടത് 9a ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ 9 × 4 = 36 യൂണിറ്റ് ആയിരിക്കും നമുക്ക് അവിടെ എന്ത് ചെയ്യുക, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? ACയുടെ ലെങ്ത് ആണ് നമുക്ക് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A triangle with perimeter 7 has integer side length. What is the maximum possible area of such a triangle? Okay, so ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 7 ആണ്. നമ്മളോട് ചോദിക്കുന്നത് അങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഇൻഡിജേഴ്സും ആണെന്ന് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിൻ്റെ മാക്സിമം ഏരിയ ആണ് നമ്മളോട് ചോദിക്കുന്നത്. സോ പെരിമീറ്റർ 7 ആണെങ്കിൽ അവിടെ നമുക്ക് 4 ഒരു സൈഡാക്കി എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ബാക്കിയുള്ള രണ്ട് സൈഡിൻ്റെ സമ്മ് 3 വരുള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ ഇനീക്വാളിറ്റി A + B > C എന്ന് പറയുന്ന കാര്യം അവിടെ എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് പാലിക്കപ്പെടില്ല. സോ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുക ഒരു സൈഡ് എന്താണ്, 3 ആണ് മാക്സിമം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റേ സൈഡും 3 കൊടുക്കാം,
പിന്നെ 1 വരും. നെക്സ്റ്റ് പോസിബിലിറ്റി 3, 2, 2 ആണ്. ഓക്കെ, ഇതാണ് അവിടെ 2 പോസിബിലിറ്റി ആയിട്ട് വരുന്നത്. ഇനി 2 വെച്ച് തുടങ്ങാൻ പറ്റുമോ? 2, 2, 2 എടുത്താലും എനിക്ക് 6 അവിടെ പെരിമീറ്റർ വരുള്ളൂ. ഓക്കെ, സോ 3, 3, 1ഉം അതുപോലെ തന്നെ 3, 2, 2 ഈ 2 കേസസ് ആണ് എനിക്ക് അവിടെ വരുന്നത്. സോ രണ്ടിന്റെയും ഏരിയ നമുക്ക് ഹെറോൺസ് ഫോർമുല വെച്ച് കാണാൻ പറ്റും. ഹെറോൺസ് ഫോർമുല. സോ ഏരിയ എന്താണ് ഹെറോൺസ് ഫോർമുല പറയുന്നത്? ഏരിയ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് നമുക്ക് ഏരിയ കാണാം. സോ ഫസ്റ്റത്തെ കേസ് നമ്മൾ എടുക്കാം. 3, 3, 1 വരുന്ന കേസാണ്. സോ നമുക്ക് എസ് എന്താ വരിക? എസ് ഈസ് ഈക്വൽ ടു 3 + 3 + 1. ഓക്കെ, പെരിമീറ്റർ നമുക്ക് ഓൾറെഡി 7 ആണ്. നമ്മൾ 3 + 3 + 1 ചെയ്യേണ്ട ആവശ്യമില്ല, 7 ആണ്. ഡിവൈഡഡ് ബൈ 2 ഇതാണ് നമുക്ക് അവിടെ എസ് വരിക. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഈ സൈഡ്സിനെയും ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഫോമിലേക്ക് എഴുതാണ്. കാരണം അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്. 6/2, 6/2 അതുപോലെ തന്നെ 2/2. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഞാൻ എഴുതുന്നത്. സോ ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ 7/2 ആണ്. എസ് മൈനസ് എ ദാറ്റ് മീൻസ് 7/2 മൈനസ് 6/2 ദാറ്റ് മീൻസ് 1/2 ആണ്. എയും ബിയും സിയും ഓരോ സൈഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 7/2 മൈനസ് വീണ്ടും 6/2 ദാറ്റ് മീൻസ് വീണ്ടും 1/2 ആണ്. 7/2 മൈനസ് 2/2 ദാറ്റ് മീൻസ് 5/2 ആണ്. ഇൻറ്റു 5/2 ആണ്. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് ഏരിയ എന്ത് കിട്ടി? ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 7 × 5 35 ആണ്. 35 ആണ് ഡിവൈഡഡ് ബൈ 2 × 2 × 2 × 2. ഓക്കെ, ഈ 2 സ്ക്വയർ എന്ന് എന്ത് ചെയ്യും? ഒരു 2നെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. സോ 1 ഈ ഒരു 2നും പുറത്തോട്ട് എടുക്കാം, ഈ ഒരു 2നെയും ഒരു 2 എന്ത് ചെയ്യാം? പുറത്തോട്ട് എടുക്കാം. കാരണം 2⁴ ആണ്. സോ അതിന്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് 2 സ്ക്വയർ ആണ് വരെ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 1/4 × √35 ആണ് നമുക്ക് എന്ത് ചെയ്യുക? അവിടെ ഫസ്റ്റ് കേസിൽ നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ സൈഡ് ലെങ്ത് എത്രയാണ്? 322 ആണ്. 322. ഓക്കെ, എസ് എന്ന് പറയുന്നത് സെയിം 7/2. ഓക്കെ, ഞാൻ ഇവിടെയും 6/2 അതുപോലെ തന്നെ 4/2 അതുപോലെ തന്നെ 4/2 എന്നുള്ള ഫോമിലേക്ക് മാറ്റിയതാണ്. ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു 7/2 ഇൻറ്റു എസ് മൈനസ് എ ദാറ്റ് മീൻസ് 1/2 ഇൻറ്റു എസ് മൈനസ് ബി 3/2 ഇൻറ്റു എസ് മൈനസ് സി 3/2. ഓക്കെ, സോ ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടെ മുകളിൽ 7 മാത്രം ഉണ്ടാവുക. കാരണം എന്ത് ചെയ്യും? നമുക്ക് അവിടെ 3 × 3 അതിന് 3 എന്ത് ചെയ്യും? പുറത്തോട്ട് വരും. അല്ല, 3 സ്ക്വയർ ആണ്. റൂട്ട് 3 സ്ക്വയർ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? 3 ആണ് ആൻസർ വരിക. 3 പുറത്തോട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ 2⁴ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ പുറത്തോട്ട് വരും. ദാറ്റ് മീൻസ് 4 ആണ്. സോ നമുക്ക് 2 ഏരിയാസും കിട്ടി. ഫസ്റ്റത്തെ ഏരിയ എന്ന് പറയുന്നത് റൂട്ട് 35 ഡിവൈഡഡ് ബൈ 4 ആണ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് 3/4 റൂട്ട് 7 ആണ്. ഇതിലേതാ ബിഗ്ഗർ വരിക? വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. എങ്ങനെ? ഈ 3നെ ഉള്ളിലോട്ട് എടുക്കാം. ഓക്കെ, നമ്മൾ അതിനെ ഓൾറെഡി പുറത്തോട്ട് എടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് എടുക്കാം. ഓക്കെ, 9 × 7 ദാറ്റ് മീൻസ് റൂട്ട് 63 ആണ് ഡിവൈഡ് ബൈ 4. ഓക്കെ, ഇവിടെ ഏതാണ് ന്യൂമറേറ്റർ ബിഗ്ഗർ വാല്യൂ? അതായിരിക്കും ബിഗ്ഗർ. ദാറ്റ് മീൻസ് റൂട്ട് 63 ഡിവൈഡ് ബൈ 4 ആണ്. അതിൻ്റെ സിംപ്ലർ ഫോം എന്ന് പറയുന്നത് 3/4 റൂട്ട് 7 ആയിരുന്നു. അതാണ് ബിഗ്ഗർ വാല്യൂ വരിക. 3/4 റൂട്ട് 7 ഇതാണ് അവിടുത്തെ പോസിബിൾ ആയിട്ടുള്ള ബിഗ്ഗർ ഏരിയ ആയിട്ട് വരുന്നത്. സോ ജോമെട്രിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ബാക്കി സെഷൻസ് ആയിട്ട് ജോമെട്രിയിലെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വരും സെഷനിലായിട്ട് ഡിസ്കസ് ചെയ്യും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.